അധർമ്മമൂർത്തി, മ്ലേച്ഛതയുടെ ചിറകിൽ സഞ്ചരിക്കുന്നവൻ, ഈ ലോകത്തിന്റെ പ്രഭു, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, ഇങ്ങനെ 6 പേരിൽ 3 ശക്തികളായി സാത്താന്യ തൃത്വങ്ങൾ ഈ ലോകം ഭരിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ക്രിസ്തുവിനെതിരായിരിക്കും. സമാധാനം ക്രിസ്തു തന്നുവൻ സമാധാനം എടുക്കും. ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, പുറകോട്ട് ഞാൻ പോകുന്നില്ല. ഒടുവിൽ നമ്മൾ പറഞ്ഞത് ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി വന്നു, ഇവൻ സ്ത്രീയുടെ സന്തതിയാകത്തില്ല. സയൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഞാൻ ഈ മീറ്റിങ്ങിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയതിന്റെ വിശദാംശങ്ങൾ ഇന്നത്തെ മലയാള മനോരമയുടെ പ്രധാന പേജിൽ നിങ്ങൾ ചിലരെങ്കിലും വായിച്ച് കാണും. അപ്പോൾ ദൈവത്താലായി ഈ മീറ്റിംഗ്, അതാ ഇന്ന് രാവിലത്തെ പേപ്പറിലാണ് ആ ന്യൂസ് വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യനിൽ നിന്നും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനെ. പുരുഷനിൽ നിന്നും ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു. സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും തുടർന്നുള്ള മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ പ്രോജക്റ്റ് അതാ. ദൈവം ആദ്യമേ പുരുഷനെ സൃഷ്ടിച്ചു, പുരുഷനിൽ നിന്നും സ്ത്രീയെ സൃഷ്ടിച്ചു. തുടർന്നുള്ള തലമുറകൾ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും. എന്താണ് ഞാനും നിങ്ങളും? ആരാണ് ഞാനും നിങ്ങളും? എൻ്റെ നിങ്ങളുടെ മുഖം, കണ്ണ്, പുരികം, ചെവി, കവിള്, നിറം, തലമുടി, ശബ്ദം, സ്വഭാവം എവിടുന്ന? പകുതി അപ്പച്ചൻ പകുതി അമ്മച്ചി. അതാണ് തമ്പുരാന്റെ സിസ്റ്റം. സ്തോത്രം. അങ്ങനെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും തുടർന്നുള്ളതായ മനുഷ്യവർഗത്തെ ദൈവം സൃഷ്ടിച്ചത്. ഞാനും നിങ്ങളും പകുതി അപ്പച്ചൻ പകുതി അമ്മച്ചി. എൻ്റെ അപ്പച്ചൻ്റെ ഒരു DNA, എൻ്റെ അമ്മച്ചിയുടെ ഒരു DNA ചേർത്തെന്നെ സൃഷ്ടിച്ചതിനൊരു ഉദ്ദേശമുണ്ട്, സ്വഭാവത്തെ ബാലൻസ് ചെയ്യാൻ. പുരുഷന്റെയും സ്ത്രീയുടെയും രീതി രണ്ടാ. പ്രൈസ് ദി ലോർഡ്. എല്ലാ വിധത്തിലും സ്ത്രീ പുരുഷനിൽ നിന്നും വ്യത്യസ്തമാ. ഇനിയും മെഡിക്കൽ ലാബിലെ ക്ലിനിക്കൽ ടെസ്റ്റിനകത്ത് പോലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ മെഡിക്കൽ സ്റ്റാഫ് ഇരിപ്പുണ്ടല്ലോ, അവർക്കറിയാം ക്രിയാറ്റിനിൽ സ്ത്രീക്ക് 50-70 മിനിമമാ മൈക്രോമോൾഡ്യൂൾ. ഞങ്ങൾക്ക് അതുകൊണ്ട് നടന്ന തട്ടിപ്പോകും. 70-90 വേണം. പ്രൈസ് ദി ലോർഡ്. HB സ്ത്രീക്ക് 10-13 GL നോർമലാ, ഞങ്ങൾക്ക് 13-15 വേണം. പ്രൈസ് ദി ലോർഡ്. അറിയാമല്ലോ, ഹല്ലേലൂയ. BP ഡയസ്റ്റോളിക്ക് സ്ത്രീക്ക് 70-80 നോർമലാ, ഞങ്ങൾക്ക് പോരാ 80-90. സിസ്റ്റോളിക്ക് നിങ്ങൾക്ക് 110-120, ഞങ്ങൾക്ക് 130-140. അങ്ങനെയാ ദൈവം സൃഷ്ടിച്ചത്. എന്തിനെ? സ്വഭാവത്തിൽ നോക്കേ. ആർദ്രത, മനസ്സലിവ്, കരുണ, ദയ ആർക്കാണ്? പുരുഷനോ സ്ത്രീക്കോ? ഹല്ലേലൂയ. സ്ത്രീക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരും പരിവട്ടവും ആർക്കാണ്? കൂടുതൽ ആർക്കാ? ഒരു മരണം നടന്ന് വീട്ടിൽ ചെന്നേ ആരായി കരയുന്നത്? മുഴുവൻ സ്ത്രീകളല്ലേ. പുരുഷന് ദുഃഖമില്ലാഞ്ഞിട്ടില്ല, അവന് ഗട്സ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്ത്രീക്ക് അതില്ല. അവൾ കരയും. മുറിക്കാത്തൊരു പാമ്പ് കയറട്ടെ, സ്ത്രീ മുറി പൂട്ടി കഥകടച്ച് അടുത്ത മുറി പോയിരിക്കും. പുരുഷനോ ഒന്നും കിട്ടിയില്ലേ, കാലെ കിടക്കുന്ന ഷൂസ് ഇട്ട് അടിച്ചു കൊല്ലും. ഹല്ലേലൂയ. തന്റെ ഇടം. ഇങ്ങനെ സ്ത്രീയുടെ ശാലീനതയും പുരുഷന്റെ ധൈര്യവും ചേർത്തൊരു തലമുറയെ സ്വർഗം സൃഷ്ടിക്കുമ്പോൾ ഇപ്പോൾ സയൻസ് പറയുന്നു സ്ത്രീയുടെ സഹായം ആവശ്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എവിടെ വരുന്നു വചനമൊന്ന് നോക്കിക്കോണം. ഒരു പുതിയ കണ്ടുപിടുത്തം. ഇനിയുള്ള ലോകത്തിലെല്ലാം പ്രഗത്ഭന്മാർ മതി, ധൈര്യമുള്ളവർ മതി, തന്റെ അടികൾ മതി. അതിന് അവർ കണ്ടുപിടിച്ച പരിപാടിയാണ് സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. പുരുഷന്റെ കോശം മാത്രം സ്ത്രീയുടെ അണ്ടമെടുത്ത DNA മാറ്റുന്നു. സ്ത്രീയുടെ യാതൊരു പങ്കാളിത്തവുമില്ല, ഒരു ബേസ് മാത്രം, ക്യാരക്ടർ വേണ്ട. പുരുഷന്റെ ഒരു കോശം ലൈംഗികമല്ലാത്ത മാർഗത്തിൽ കോശത്തെ വലുതാക്കുന്ന ഒരു സിസ്റ്റം ഇന്ന് ലോകത്തിൽ കണ്ടുപിടിച്ചു. ഇന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ലേ, ഞാൻ 3 കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു എന്നേ. സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ തീർന്നില്ല. അവർ പറയുന്നു ആർക്കും പങ്കുചേരാൻ. കേട്ടോണം, ദൈവവചനം നിവർത്തിക്കുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ചൈന 6 രാജ്യങ്ങളിൽ ചേർന്ന പ്രോജക്റ്റ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ആർക്കും ചേരാം. അവർ പറയുന്നു പ്രൈസ് ദി ലോർഡ്. ഒരു പ്ലാസ്റ്റിക് കവർ തരും, അതിനകത്ത് ഞാൻ എൻ്റെ മുഖം ഒന്ന് അമർത്തി ചുരണ്ടി ഇട്ട് കൊടുത്താൽ മതി, മുറിക്കണ്ട. എൻ്റെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ മേലാത്ത പൊടി പടരങ്ങൾ എൻ്റെ മുഖത്തു നിന്ന് ബാഗിൽ വീണാൽ അവർ പറയുന്നു അതിൽ നിന്ന് ഞങ്ങൾ 1,00,000 തോമസ് മാമനെ സൃഷ്ടിക്കാം. എവിടെ നിൽക്കുന്നു ലോകം? തീർന്നില്ല. അവർക്ക് വേണ്ടത് സാധാരണക്കാരെ വേണ്ട, വചനം നിവർത്തി നോക്കണം. അവർക്ക് വേണ്ടത് ധൈര്യവാൻ, മിടുക്കൻ, രക്തം കണ്ട പേടിക്കാത്തവൻ, പുറകോട്ടോടാത്തവൻ, ഒരു കാര്യം നിശ്ചയിച്ചാൽ ചെയ്യുന്നവൻ.
അത്ര ധൈര്യമുള്ളവനെ വേണം. ഇനിയുള്ള ലോകത്തിൽ സൂപ്പർമാൻ മതി. സ്ത്രീയുടെ പങ്കാളിത്തം വേണ്ട, ധൈര്യവാൻ വേണം. അനൗദ്യോഗികമായി അറിഞ്ഞ വിവരം 1000-ൽ പരം ജാതികളെ ടെസ്റ്റ് ചെയ്തു. കർത്താവിന്റെ കൃപയാൽ 1-ാം റൗണ്ടിൽ മലയാളി തട്ടിപ്പോയി. സ്തോത്രം. എന്നാൽ ഒടുവിൽ കണ്ടുപിടിച്ചു, അങ്ങനെ ഒരു കൂട്ടരുണ്ട്, ധൈര്യവാൻ, മിടുക്കൻ, ചോര കണ്ടാൽ പേടിക്കാത്തവൻ, പുറകോട്ട് പോകാത്തവൻ. അവനാണ് ഭൂമിയുടെ മധ്യത്തിൽ താമസിക്കുന്ന യഹൂദൻ. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 10-ാം വാക്യത്തിൽ യാക്കോബേ മക്കളുടെ ഭാവി പറഞ്ഞപ്പോൾ പറഞ്ഞു, യഹൂദേ, നിന്റെ ഗോത്രത്തിൽ നിന്നും രാജാവ് വരും. സംഭവിച്ചില്ലേ? നമ്മുടെ പ്രിയനായ യേശു യഹൂദ ഗോത്രത്തിലെ സിംഹം. അത് നിവർത്തിച്ചെങ്കിൽ അതേ അധ്യായം 17-ാം വാക്യം നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കാം, വേഗം വായിക്കാം. താൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു എങ്കിൽ അന്നേ യാക്കോബ് പറഞ്ഞു, താൻ ഗോത്രത്തിൽ നിന്നും സാത്താൻ വരും. വചനം നിവർത്തിക്കുന്ന രാത്രിയിൽ ഈ പ്രസംഗം ഞാൻ നടത്തുന്നു. ദാൻ ഗോത്രക്കാരനായിരിക്കും. ദാനിയേൽ 11-ാം അധ്യായം പഠിക്കുമ്പോൾ കാണാം, പലസ്തീന് വടക്കുള്ള രാജ്യത്തിൽ നിന്ന് വരും, സിറിയൻ കൾച്ചർ ഉള്ളവൻ വരും. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ഇന്ന് നിങ്ങൾ പേപ്പറിൽ കണ്ടല്ലോ. ഇതെവിടെയാ നടക്കുന്നതെന്ന് അറിയാമോ? അമേരിക്കയിലല്ല, ബ്രിട്ടനിലല്ല, ഗൾഫിലല്ല, കിഴക്കൻ യൂറോപ്പിൽ. ഭാവിയിൽ ചരിത്ര നാടകത്തിന്റെ അരങ്ങുകൾ കയറുവാൻ പോകുന്ന സ്ഥലത്ത് ഹല്ലേലൂയ 2 തയ്യാറാക്കി കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ വാളാൽ മുറിവേറ്റിട്ടും ചാകാത്തവൻ. മറുവശത്ത് നോക്കിക്കേ, മറ്റൊരു ശാസ്ത്രജ്ഞൻ ഡോക്ടർ സേവേറിയൻ ആന്റണി. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഇന്നലെ നമ്മൾ പഠിച്ചതാ. മനുഷ്യന്റെ ബേസ് തന്റെ ഫ്ലാസ്കിൽ വെച്ച് പ്രത്യേക വിധത്തിൽ ഇലക്ട്രിക്കൽ പവർ കൊടുത്തപ്പോൾ ജീവന്റെ ഘടകമായ അമിനോ ആസിഡ് നിർമ്മിച്ചു കഴിഞ്ഞു. അമിനോ ആസിഡ് നിർമ്മിച്ചിട്ട് ഒടുവിൽ പ്രൈസ് ദി ലോർഡ് സെക്സ്വൽ ഓർഗാനിസം മൈക്രോപ്ലാസ്മ ജെന്റാലിയം നിർമ്മിച്ചു കഴിഞ്ഞു. കൃത്രിമ മനുഷ്യൻ. സ്ത്രീയും വേണ്ട, പുരുഷനും വേണ്ട. ഒരു മത നേതാവും തടസ്സം പറയാതിരിക്കാൻ പുരുഷനും വേണ്ട, സ്ത്രീയും വേണ്ട. എന്നിട്ട് അതിനകത്ത് പ്രൈസ് ദി ലോർഡ് ഫെർട്ടിലൈസേഷൻ എംബ്രിയോളജി നടത്തുന്നു. പറയുന്നു, ഇതിന് ഞങ്ങൾ കൊടുക്കുവാൻ പോകുന്നത് മൃഗത്തിന്റെ ക്യാരക്ടർ, പന്നിയുടെ ജീൻ ഹാർട്ടിനെ, പട്ടിയുടെ ജീൻ തലച്ചോറ്, ക്യാൻസർ വരാത്ത, ബ്ലഡ് ഷുഗർ വരാത്ത ഒരു രക്തം ഇന്ന് ലോകത്തിലുണ്ട്. ആ രക്തം ഞങ്ങൾ ഇതിന് കൊടുക്കും. ആ രക്തമാണ് റാറ്റ് ബ്ലഡ്, എലിയുടെ രക്തം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തത് കൊണ്ട് നിവർന്ന് തല ഉയർത്തുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാളാൽ മുറിവേറ്റിട്ടും ചാകാത്ത മൃഗമെന്ന് യോഹന്നാൻ ദൈവദാസൻ 2000 വർഷം മുമ്പേ വെളിപ്പാട് 13-ന്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞെങ്കിൽ ഇന്ന് സയൻസ് പറയുന്നു ഞങ്ങൾ നിർമ്മിക്കാം. എവിടെ നിൽക്കുന്നു ലോകം? സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, തീർന്നില്ല. നമുക്ക് മുന്നോട്ട് വരാം. ഈ മീറ്റിംഗ് യാദൃച്ഛികമല്ല. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ക്യൂവറ്റ്, പ്രൈസ് ദി ലോർഡ്, ദൈവദാസൻ പാസ്റ്റർ കെ.സി. സാമുവൽ ഈ മീറ്റിംഗ് നടത്തി. കോട്ടയത്ത് നിന്ന് ഞാൻ ഇവിടെ വന്നെങ്കിൽ ഞാൻ വരാനുള്ളവനല്ല. ഞാൻ 2 മാസം മുമ്പ് ഇവിടെ വന്നിച്ചു പോയതാ. മംഗഫേജി ചർച്ചിൽ വന്നു വെച്ച് പോയതാ. ഇവിടെ വരുവാൻ എനിക്ക് സാധിക്കുന്നതല്ല. എന്തിന് ഞാൻ വന്നു? ദൈവത്താൽ വന്നു. കാരണം ഇനി ഞാനിത് അറിഞ്ഞില്ലെന്ന് ആരും പറയരുതേ. പ്രൈസ് ദി ലോർഡ്. ഈ മീറ്റിംഗ് തമ്പുരാൻ റെക്കോർഡ് ചെയ്യുക. അറിയാമോ, ഇന്നലത്തെ എന്റെ പ്രസംഗം ഇന്നിവിടെ DVD-യിൽ കിട്ടുന്നുവെങ്കിൽ എന്റെ ദൈവം മനുഷ്യന്റെ സകല രഹസ്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഭാപ്രസംഗി 12-ാം അധ്യായം 14-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. സഭാപ്രസംഗി 12-ാം അധ്യായം 14-ാം വാക്യം. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി. അതെങ്ങനെ രഹസ്യം എങ്ങനെ വെളിയിൽ വരും? ഒരു മനുഷ്യനും കണ്ടില്ല എന്നുറപ്പ് വരുത്തി ചെയ്ത പാപം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരുമില്ലെന്ന് പറഞ്ഞ് മോശ ഒരുത്തനെ തട്ടിയതുപോലെ രഹസ്യമായി ചെയ്ത തെറ്റ് വെളിയിൽ വരുമോ?
കണ്ണിൽ കുത്തിയാൽ അറിയാത്ത കൂരിരുട്ടിൽ ചെയ്ത പാപം വെളിയിൽ വരുമോ? ആരുമില്ലാത്ത സമയത്ത് ചെയ്ത തെറ്റ് വെളിയിൽ വരുമോ? വരും. ദൈവത്തിനറിയാം. മനുഷ്യൻ ഉരുണ്ട് കളിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ മീറ്റിംഗ് ഒരു വചന നിവൃത്തിയാ. ഇന്നത്തെ ഈ മീറ്റിംഗ്, ഇന്നലെയും ഇന്നും നാളെയും കുവറ്റിൽ നടക്കുന്ന മീറ്റിംഗ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യം, ഈ രാജ്യത്തും സ്വർഗം നിവർത്തിക്കുക. ഞാൻ ഇത് അറിഞ്ഞില്ലെന്നാരും പറയരുതേ. ഈ മീറ്റിംഗിനെ കുറിച്ച് പവർ വിഷനിൽ വായിച്ചു കൊണ്ടിരുന്നത്, TV കണ്ടുകൊണ്ടിരുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ദൈവം. ഈ മീറ്റിംഗിന്റെ നോട്ടീസ് വായിച്ചത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ദൈവം. ഈ മീറ്റിംഗിന്റെ കാർഡ് സഹോദരന്മാരും ദൈവദാസനും ആർക്കെല്ലാം കൊടുത്തിട്ടുണ്ടോ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ദൈവം. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24:14. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചാൽ മൈക്ക് കൂടി. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി. സകല ജാതികൾക്കും രക്ഷയ്ക്കല്ല, ഓപ്ഷനല്ല. വേണമെങ്കിൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ സാക്ഷ്യമാ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, PCKയിൽ 3 ദിവസം മീറ്റിംഗ് ഞാനൊരു കോഡ് പറഞ്ഞു. ഒരു പുള്ളി ഇടയ്ക്ക് കയറി ഇരിക്കും, ഇത് ഉഴപ്പാൻ നോക്കും. അറിയാമല്ലോ, അവനെ ഓടിച്ചു വിടാൻ ഒരു വാക്കും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു ഓടിച്ചു വിട്ടേ, ആളിനെ ഓടിച്ചു വിട്ടേ. തമ്പുരാനെ ഈ മീറ്റിംഗ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക സ്വർഗത്തിലെ ദൈവം. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യം. എന്റെ പ്രഭാഷണം ഒരേ സമയത്ത് ഇടത്തും വലത്തും 2 ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നു എങ്കിൽ ദൈവം തമ്പുരാൻ ഈ മീറ്റിംഗും എന്റെയും നിങ്ങളുടെയും സകല മനുഷ്യരുടെയും രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ശാസ്ത്രം അത് കണ്ടുപിടിച്ചു. ആകാശം 5 തട്ട്. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിന്റെ അടുക്കുകളെ സയൻസ് കണ്ടുപിടിക്കും മുൻപേ ബൈബിളിൽ എഴുതി, വിധാനമുണ്ടാകട്ടെ, തട്ടുണ്ടാകട്ടെ. ആകാശം 5 തട്ട്. 1 ട്രോപ്പോസ്ഫിയർ, 2 സ്ട്രാറ്റോസ്ഫിയർ, 3 മെസോസ്ഫിയർ, 4 തെർമോസ്ഫിയർ, 5 എക്സോസ്ഫിയർ. 5ാമത്തെ തട്ട് എക്സോസ്ഫിയർ. ഈ ആകാശത്തെ ശൂന്യാകാശവുമായി തുന്നിച്ചേർക്കുന്ന ബോർഡ്. 1ാമത്തെ തട്ട് ട്രോപ്പോസ്ഫിയർ, ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ. 2ാമത്തെ തട്ട് സ്ട്രാറ്റോസ്ഫിയർ, ഓക്സിജൻ 3, ഭൂമിയുടെ കൊട, കവറിംഗ് ഓഫ് ദി യൂണിവേഴ്സ്. ഭൂമിയുടെ കൊട അത് കീറിപ്പോയി. അതാ ഇന്നത്തെ പ്രശ്നം. കൊടയുടെ കമ്പിയേ ഉള്ളൂ. നമുക്ക് നാളെ ചിന്തിക്കാം. 3ാമത്തെ തട്ട് മെസോസ്ഫിയർ. ശാസ്ത്രം കണ്ടുപിടിച്ചു, ദൈവത്തിന്റെ കോപം ഭൂമിയിൽ ചൊരിയുവാൻ വെച്ചിരിക്കുക. മെസോസ്ഫിയറിൽ ഓക്സിജൻ അല്ല, സോഡിയമാ, സോഡിയം. സയൻസ് പറയുന്നു, ഏതെങ്കിലും ഒരു ശക്തി വെളിയിൽ നിന്നും ഡീൽ ചെയ്ത് ഇത് വിഘടിപ്പിച്ചാൽ, സോഡിയം ആറ്റമായാൽ മേലാൽ സൂര്യപ്രകാശം ഭൂമിയിൽ വരത്തില്ല. എങ്കിൽ തിരുവചനം പഠിപ്പിക്കുന്നു, ഇതിനകത്തിരിക്കുന്ന വിശുദ്ധന്മാർ എടുക്കപ്പെട്ടെ 3.5 വർഷം കഴിയുമ്പോൾ കുഞ്ഞാട് 6ാം മുദ്ര പൊട്ടിക്കും. വെളിപ്പാട് 6:12 സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. എങ്ങനെയാണെന്നറിയാമോ? മെസോസ്ഫിയറിലെ സോഡിയം എന്റെ കർത്താവിന്റെ റിമോട്ട് അടിക്കുമ്പോൾ വിഘടിച്ചാറ്റമാകും, സൂര്യപ്രകാശം മേലാ വരത്തില്ല. 4ാമത്തെ തട്ട നമ്മുടെ വിഷയം അയണോസ്ഫിയർ. ദൈവം തമ്പുരാന്റെ വീഡിയോ ക്യാമറ. രാത്രിയിലും പകലും മഞ്ഞിലും മഴയത്തും സ്വർഗത്തിലെ ദൈവം റെക്കോർഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ട് ഇവിടെ ചെടി കളിപ്പിക്കും മുൻപേ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം ക്യാമറയാ വെച്ചത്. ദൈവത്തിന്റെ ക്യാമറ അന്ത്യകാലത്ത് മനുഷ്യൻ മനസ്സിലാക്കാൻ ശാസ്ത്രത്തിന് ദൈവം കാണിച്ചു കൊടുത്തു. സയൻസ് ആ ക്യാമറ കണ്ടുപിടിച്ചു. സയൻസ് ആ ക്യാമറ ഇട്ടിരിക്കുന്ന പേരാണ് CMBR, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ആകാശത്തിന്റെ 4ാമത്തെ തട്ടിൽ നിന്നും രാത്രിയിലും പകലും മഴയത്തും വെയിലത്തും മഞ്ഞിലും ഇടതടവില്ലാതെ വൈദ്യുതി തരംഗങ്ങളും മാഗ്നറ്റിക് തരംഗങ്ങളും കാന്ത തരംഗങ്ങളും 2 ദിശയിൽ കൂടി വരുന്നു ഭൂമിയിലേക്ക്. ഈ ഭൂമിയുടെ മുകളിൽ വന്ന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ മുട്ടിയാൽ, ഒരു മരത്തിൽ, മനുഷ്യനിൽ, ഇലയിൽ, മൃഗത്തിൽ, വേറെവർ എവിടെ മുട്ടിയാലും ഇതൊന്നാകും. അതിന്റെ പേരാ റേഡിയോ സിഗ്നൽ. ഇത് തിരിച്ചു പോകുന്നു, റിട്ടേൺ.
എവിടുന്ന് പുറപ്പെട്ടോ അവിടെ പോയി സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ, മീഡിയം വേവ് ഓൺ ചെയ്യുമ്പോൾ ഒരു ശീൽക്കാരം കേൾക്കത്തില്ലേ? അതെന്താണെന്നറിയാമോ? സ്റ്റേഷന്റെയോ റേഡിയോയുടെയോ കുഴപ്പമല്ല. സയൻസ് കണ്ടുപിടിച്ചു ദൈവത്തിന്റെ ക്യാമറയുടെ റേ കയറി പോകുന്നതാ. അങ്ങനെയാണെങ്കിൽ ഞാനതാ പറഞ്ഞത്, ഈ നോട്ടീസ്, കൺവെൻഷന്റെ നോട്ടീസ് വായിച്ചത്, ഇതിന്റെ പരസ്യം ടിവിയിൽ കണ്ടത്, തമ്പുരാന്റെ ക്യാമറയിൽ ഫീഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഫീഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞു. ഈ നോട്ടീസിന്റെ ഒരു കോപ്പി വായിച്ചത്, പേപ്പർ വായിച്ചപ്പോൾ ഈ വാർത്ത ഒരു വ്യക്തി വായിച്ചത് തമ്പുരാന്റെ ക്യാമറയിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞു. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യം. എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾ ഇരിക്കുന്ന ചെയർ, നിൽക്കുന്ന സ്ഥാനം, ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്റെ ദൈവത്തിന്റെ ക്യാമറയിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്തിനാ? അന്ത്യന്യായവിധി ഒരു വിധിയുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. വെള്ളസിംഹാസന ന്യായവിധി, ഒടുവിലത്തെ ന്യായാസനം. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാത്ത മുഴുവൻ പുള്ളികളെ അവിടെ ഹാജരാക്കും. കർത്താവിന്റെ ആസന്നമായ വരവിൽ എടുക്കപ്പെടാത്ത മുഴുവനെ അവിടെ ഹാജരാക്കും ശിക്ഷ മേടിക്കാൻ. നീതിയുള്ള ന്യായാധിപതിയാ. അന്നേരം താന് ഞാനിത് അറിഞ്ഞില്ല കർത്താവേ, ഇങ്ങനൊക്കെ പോയാ മതി എന്നാ ഞാൻ ഓർത്തത്. ഞാൻ ഈ വിശ്വാസത്തിൽ വന്നവനാ, അതിൽ നിന്നാ മതി, എനിക്ക് ഇങ്ങനെയൊക്കെ പോയാ മതി. അന്നേരം കർത്താവ് പറയും, നീ അവിടെ നില്ല, ഞാൻ കാണിക്കാം നിന്റെ പരിപാടി. ഹല്ലേലൂയ. തമ്പുരാൻ അങ്ങോട്ട് റിവൈൻഡ് ചെയ്തിട്ട് 2009 മാർച്ച് മാസം ഈ തീയതികൾ കാണിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവചനം നിവർത്തിക്കും. ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഒന്ന് വായിച്ച് യെഹെസ്കേൽ 22:14 ഒന്ന് വായിച്ച്. യെഹെസ്കേൽ 22:14. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഒരു വിധത്തിൽ എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട് ഈ പ്രസംഗിക്കുമ്പോൾ. കാരണം അന്ത്യന്യായവിധിയിൽ ഈ പ്രഭാഷണം കേട്ടിട്ടും രക്ഷിക്കപ്പെടാതെ പാപത്തിൽ കഴിയുന്ന ആളുകളെ അവിടെ ഹാജരാക്കുമ്പോൾ ഈ ചെറിയവനായ എന്റെ പ്രസംഗം അവിടെ കേൾപ്പിക്കും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യം. കൂവറ്റ് പെന്തക്കോസ്റ്റ് ചർച്ചിനെ, ദൈവമക്കളെ, നിങ്ങളെ, ദൈവദാസനെ സ്വർഗം ഉപയോഗിച്ചത് ഈ രാജ്യത്ത് സാക്ഷ്യമാ. ഇതറിഞ്ഞില്ലെന്ന് ആരും പറയരുത്. ഈ തലമുറയിൽ എന്റെ പ്രിയൻ വരും, തെളിയിക്കാൻ പോകുക. കാത്തിരിക്കുന്ന ഭക്തരെ എടുക്കും. കർത്താവിന്റെ ക്യാമറ റെഡിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. CMBR, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, ദൈവത്തിന്റെ ക്യാമറ, വചന നിവൃത്തി. ഇനി നമുക്ക് മുന്നോട്ട് വരാം. കർത്താവിന്റെ വരവിനെ സഭ എടുക്കപ്പെടുന്നതിന് ഒറ്റ അടയാളമേ ഉള്ളൂ, രണ്ടടയാളമില്ല. ബൈബിൾ പഠിച്ചാൽ കാണാം. ഒറ്റ അടയാളം. അപ്പോസ്തല പ്രവൃത്തി 2:17. രാജ്യത്തിന്റെ ഈ സുവിശേഷം, അതെ ക്യാമറ. അപ്പോസ്തല പ്രവൃത്തി 2:17. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഈ വാക്യം ഇങ്ങനല്ല ഒറിജിനൽ. യോവേൽ പ്രവചനം പഠിച്ചാൽ കാണാം ഇതിന്റെ ശേഷമോ എന്നാ. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് ആത്മാവിൽ അതിനെ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നോക്കിക്കേ, ഇന്ന് ലോകം മുഴുവൻ ആത്മപകർച്ചയാ. ലോകം മുഴുവൻ ഒരു രാജ്യത്തുമില്ല ആത്മപകർച്ചയില്ലാത്ത രാജ്യമില്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാത്ത രാജ്യമില്ല. ഒന്നല്ലെങ്കിൽ വേറെ ഒരു വിധത്തിൽ ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ക്രൈസ്തവ ഗോളത്തിൽ മാത്രമല്ല, ക്രൈസ്തവ ഗോളത്തിന്റെ പുറത്ത് വരെ ആത്മാവിന്റെ ഒഴുക്കാണ്. എന്തിനാണെന്നറിയാമോ? നീ കൃപയിൽ വാ, നീ രക്ഷിക്കപ്പെടേ, നീ വചനത്തിലേക്ക് വാ. നോഹയുടെ കാലത്തെ പോലെ രക്ഷയുടെ വാതിൽ ഈ തലമുറയിൽ അടയ്ക്കപ്പെടാൻ പോകുന്നു. ഇനി നടക്കാൻ പോകുന്ന സംഭവം, ഇനി ഞാൻ പറയാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ട ശേഷം ഉള്ള ഭൂമിയുടെ കാര്യങ്ങൾ നടത്തുന്നു. 2010 കാറ് 2009 മോഡൽ ഇറക്കുന്നത് പോലെ ലോകത്തിലെ മുഴുവൻ സംഭവങ്ങളും നടക്കുന്നത് കർത്താവിന്റെ വരവിന് ശേഷമുള്ള കാര്യത്തിനാണ്. കാരണം ലോകത്തിൽ ഇനി വേറെ ഒരു അറേഞ്ച്മെന്റിനും ദൈവസഭയ്ക്ക് വേണ്ടി ദൈവത്തിന് ചെയ്യാനില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സഭയാകുന്ന പെട്ടകത്തിന്റെ രക്ഷയുടെ വാതിൽ കർത്താവ് തുറന്നിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സഭയാകുന്ന, ദൈവസഭയാകുന്ന പെട്ടകത്തിലെ രക്ഷയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ആർക്കും കയറാം. തമ്പുരാനാ വാതിലടയ്ക്കാൻ പോകുന്നത്. വാതിലടയ്ക്കുന്ന അന്ന് എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. ആരെല്ലാം ഹല്ലേലൂയ അകത്തുണ്ടോ അവരെടുക്കപ്പെടും. ഈ ഭൂമി പിശാചിന്റെ കയ്യിൽ കിട്ടും. നിങ്ങൾ കേട്ടുകൊള്ളുക, ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ട ശേഷം ഇനിയും പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചോണം. അതിന് മുമ്പ് മറ്റേ പുള്ളിയെ ഒന്ന് ഓടിച്ചു വിട്ടേ. കർത്താവിന്റെ സഭ എടുക്കപ്പെട്ട ശേഷം
7 വർഷം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന ഒരു പരിപാടിക്ക് ഇസ്രായേൽ കഴിഞ്ഞ വർഷം ഒരുങ്ങി. ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ട ശേഷം 7 വർഷക്കാലം ഭൂമിയിൽ മഹോപദ്രവം, ട്രിബുലേഷൻ, സാത്താന്യ ശക്തികൾ ഈ ലോകം ഭരിക്കും. ദൈവസഭ സ്വർഗത്തിൽ, ശ്രദ്ധിച്ച് കേട്ടോണം, ഞാൻ വളരെയധികം കാര്യങ്ങൾ എന്നെ വളച്ചു പറയും, അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാകുകയില്ല, എങ്കിലേ ഒടുവിലെ പോയിന്റിലേക്ക് വരത്തുള്ളൂ. 7 വർഷം കഴിയുമ്പോൾ ഒരു യുദ്ധം നടക്കും. മശിഹായും സാത്താന്യ ശക്തികളുമായിട്ടൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന്റെ പേരാണ് ഹർമഗദോൻ യുദ്ധം. ഇന്ന് വരെ യേശു തമ്പുരാനും സാത്താനുമായി ഒരക്ഷരിക യുദ്ധം നടന്നിട്ടില്ല. ആ യുദ്ധം നടക്കും. ആ യുദ്ധത്തിന്റെ പേരാണ് ഹർമഗദോൻ യുദ്ധം. അത് സഭയെടുക്കപ്പെട്ട ശേഷം 7 വർഷം കഴിഞ്ഞ് മഹോപദ്രവത്തിന്റെ ഒടുവിൽ എന്റെയും നിങ്ങളുടെയും കർത്താവ് 1000 വർഷം ഭൂമിയിൽ രാജാവായി വാഴുവാൻ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള യുദ്ധം. പ്രൈസ് ദി ലോർഡ്. ആ യുദ്ധത്തിന് വേണ്ടി ഇസ്രായേൽ ഇന്ന് ഒരുങ്ങുന്നെങ്കിൽ ദൈവമക്കളെ, സഹോദരങ്ങളെ, നമ്മൾ പോകാൻ ഒരുങ്ങണമോ എന്ന് ചിന്തിച്ചുകൊള്ളുക. ശ്രദ്ധിച്ചു കേട്ടോ. എല്ലാവർക്കും അറിയാം ഇന്ന് ലോകത്തിലെ സംഘർഷം. അമേരിക്ക ശക്തമായ ഉപരോധം ഇറാനെതിരെ. കാരണം ഇറാൻ പ്ലൂട്ടോണിയം 237 സമ്പുഷ്ടമാക്കുന്നെന്ന ആരോപണം. അവർ പറയുന്നു ഞങ്ങൾ ചെയ്യുന്നില്ല. അമേരിക്ക പറയുന്നു ചെയ്യുന്നു. ബ്രിട്ടൻ പറയുന്നു ഞങ്ങൾ തടയും. ഇറാൻ പറയുന്നു നടക്കത്തില്ല, ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി കൊണ്ടുപോകും, ധൈര്യമുണ്ട്, തടയേ. നടക്കുന്ന നിങ്ങൾക്കറിയാം. അതവിടെ നടക്കട്ടെ. എനിക്ക് പറയുവാനുള്ള കേട്ടുകൊള്ളുക. ഇറാന്റെ കയ്യിൽ ഒരു മിസൈലുണ്ട്. അതിന്റെ പേര് ഷഹാബ് 3. ഇറാന്റെ വടക്ക് വശത്തൊരു മരുഭൂമിയുണ്ട്. ആ മരുഭൂമിയുടെ പേര് കാഹർ ഡെസേർട്ട്. അവിടെയാണ് ഈ പരിപാടിയെല്ലാം. അവരുടെ കയ്യിൽ മിസൈൽ ഉണ്ടെന്നുള്ളത് 100% കറക്റ്റ് ആണ്. അതിന്റെ പേരാണ് ഷഹാബ് 3. ഇറാൻ ആറ്റം ഉണ്ടാക്കിയാൽ, മിസൈൽ കയറ്റി വിട്ടാൽ, അവരിതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് അവർ അവകാശപ്പെടുന്ന എന്തും ആയിക്കൊള്ളട്ടെ, അവർ ആറ്റം ഉണ്ടാക്കി ഷഹാബ് 3 എന്ന മിസൈൽ കയറ്റി വിട്ടാൽ ഇതെവിടെ ചെല്ലുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്കറിയാം. ഇത് യോർദാനിൽ പോകത്തില്ല, ഇന്ത്യയിൽ വരത്തില്ല, കുവൈറ്റിൽ വരത്തില്ല, അമേരിക്ക പോകത്തില്ല. ഇത് കൃത്യം ചെന്ന് വീഴാൻ പോകുന്നത് ഇസ്രായേലിന്റെ തുറമുഖ ബിസിനസ് നഗരമായ ടെല്ലവീവിൽ ചെന്ന് വീഴും. ഇസ്രായേലിലെ ശാസ്ത്രജ്ഞന്മാർ ഗവൺമെന്റിനെ അറിയിച്ചു, ഇറാൻ ഒരു മിസൈൽ അടിച്ചാൽ ആദ്യമേ 35,000 പേർ മരിച്ച് റേഡിയേഷൻ ഏറ്റ് കിടക്കും. ശ്രദ്ധിച്ചോണേ, വളരെ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു, നിങ്ങൾ അതിന് പരിഹാരം കണ്ടുപിടിക്കണം. We are anticipating that thing. ആ ആക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ ഇറാൻ അടിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കേ. 35,000 പേർ റേഡിയേഷനേറ്റ് കിടക്കുമെന്ന് അവർ കണക്കൂട്ടി കഴിഞ്ഞു. റേഡിയേഷനേറ്റ് കിടക്കുന്ന ബോഡിയിൽ തൊടാനൊക്കത്തില്ല. ഇലക്ട്രിക് ഷോക്ക് അടിച്ച് കിടക്കുന്ന ബോഡിയിൽ തൊടുന്നത് പോലെ ഇരിക്കും. റേഡിയേഷനേറ്റ് ശരീരത്തിൽ തൊട്ടാൽ തൊടുന്നയാളിന് റേഡിയേഷൻ. അപ്പോൾ ഈ 35,000 പേരുടെ ശവമോ ജീവിച്ചു കിടക്കുന്ന ജീവശവങ്ങളോ എങ്ങനെ ക്ലീൻ ചെയ്യും? ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. ഇസ്രായേലിലെ ശാസ്ത്രജ്ഞന്മാർ. നിങ്ങൾക്കറിയാം, മെഡിക്കൽ സ്റ്റാഫ് ഇവിടെ ഉണ്ട്. റേഡിയേഷൻ ഏൽക്കാത്ത ഒറ്റ വസ്തുവേ ഉള്ളൂ, കർത്തീയം, സിങ്ക് അഥവാ ലെഡ്. ഇവിടെ റേഡിയോളജിസ്റ്റ് ഉണ്ടല്ലോ. നിങ്ങൾ ധരിക്കുന്ന മാസ്ക് എന്തുവാ? കർത്തീയം അല്ലെങ്കിൽ സിങ്ക്. നിങ്ങൾ നിൽക്കുന്ന റൂമിന്റെ പാനൽ എന്തുവാ? ഭിത്തി, സിങ്ക. റേഡിയേഷൻ ഏൽക്കാത്തതാ. ഇസ്രായേലി ശാസ്ത്രജ്ഞന്മാർ ചെയ്ത പരിപാടി കേട്ടോണം. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാന പരിപാടി അതായിരുന്നു. അവരെ കിട്ടാവുന്ന ഡെഡ് ബോഡി മുഴുവൻ വിലയ്ക്ക് മേടിച്ചു. ആരെങ്കിലും മരിച്ചാൽ മതാചാരപ്രകാരം അടക്കാം, വൈകുന്നേരം എടുത്തു കൊടുത്ത പണം കൊടുക്കും. ആ ഡെഡ് ബോഡി മേടിച്ചിട്ട് അവരുടെ സയന്റിഫിക്കൽ ലാബുണ്ട് ഗോലാൻ കുന്നിന്റെ താഴെ, അവിടെ കൊണ്ടുപോയി ഈ ഡെഡ് ബോഡിയിൽ കൃത്രിമമായിട്ട് റേഡിയേഷൻ കയറ്റി. എന്നിട്ട് സിങ്കി കൊണ്ടുള്ള മാസ്ക് ധരിച്ച, സിങ്കി കൊണ്ടുള്ള പ്രത്യേക യൂണിഫോം ധരിച്ച, സിങ്കി കൊണ്ടുള്ള കോരിക കൊടുത്ത ഇസ്രായേലിയ പട്ടാളക്കാർ ഈ കൃത്രിമമായി റേഡിയേഷൻ കയറ്റിയ ഡെഡ് ബോഡി ഉരുട്ടി മാറ്റി ക്ലീൻ ചെയ്ത് ട്രെയിൻ ചെയ്തു. സ്തോത്രം. അവരെ മനുഷ്യന്റെ ശരീരത്തിൽ
കൃത്രിമമായി റേഡിയേഷൻ കയറ്റി ഈ മാസ്ക് ധരിച്ച് അവർ ക്ലീൻ ചെയ്തു. എന്തിനെ? ഇറാന്റെ ആക്രമണത്തിൽ രക്ഷിക്കാൻ. അല്ലേ? അവിടെ നിൽക്കട്ടെ, മറ്റേ പുള്ളിയെ ഒന്നുകൂടെ ഓടിച്ചു വിട്ട്. എന്നാ ഞാനൊരു കാര്യം പറയാം. ഏതെങ്കിലും ഒരു രാജ്യം, ഏതെങ്കിലും ഒരു രാഷ്ട്ര തലവൻ ടെൻഷൻ പിടിച്ച്, നമ്മുടെ കേരള ഭാഷ പറഞ്ഞാൽ ഓലക്കപ്പടക്കം പോലെ ചെറുതൊന്ന് പൊട്ടിക്കുന്നല്ലാതെ ഒരൊറ്റ ആറ്റം ഈ ഭൂമിയിൽ പൊട്ടത്തില്ല, പൊട്ടിക്കാൻ ഒക്കത്തില്ല. അവൻ റിമോട്ട് അടിച്ചാൽ ഓൺ ആകത്തില്ല. കാര്യം നിങ്ങളും ഞാനുമാ. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിച്ച് എന്നിട്ടൊന്ന് ദൈവത്തെ സ്തുതിച്ച് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 22-ാം വാക്യം വായിക്കാം. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. അടുത്ത വാക്യം കേട്ടോണം. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ദൈവമക്കളെ പരിഹസിക്കുന്നവർ കാണും, പുച്ഛിക്കുന്നവർ കാണും, നിന്ദിക്കുന്നവർ കാണും, ഈ മാർഗം തെറ്റാന്ന് പറയുന്നവർ കാണും. അവർ ദൈവമക്കളുടെ വിലയറിയാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും. എന്താ? ഞാൻ ഇന്നലെ പറഞ്ഞു, 9 രാജ്യങ്ങളിൽ ആറ്റം പരീക്ഷണം നടത്തുന്നു, ആറ്റം ബോംബ് ഉണ്ടാക്കുന്നു. ശ്രദ്ധിച്ചോണേ, ആറ്റം പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഇതിനോടകം ഞങ്ങൾ നടത്തിയ പരീക്ഷണം മതി ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ഭൂമുഖത്ത് നിന്ന് മാറിപ്പോകാൻ. കണക്കുകൂട്ടൽ അനുസരിച്ച് ഇന്നത്തെ 625 കോടി ജനവും ഈ ഭൂമിയിൽ കാണാൻ പാടില്ല. എന്താണെന്നറിയാമോ? അവർ തന്നെ പറയുന്നത് കേട്ടുകൊള്ളുക. അവർ നടത്തിയ പരീക്ഷണത്തിന്റെ ഭയങ്കരത്വം. ആറ്റം പരീക്ഷണം എവിടെയെങ്കിലും വെച്ച് ആറ്റം ബോംബ് ഉണ്ടാക്കും. അത് പരമരഹസ്യം, ആർക്കും അറിയാൻ മേല ഇത് എവിടെയാ. എന്നാൽ ബോംബ് റെഡിയാക്കി കഴിഞ്ഞ് പരീക്ഷണം നടത്തുന്നത് മരുഭൂമിയിൽ, ഇന്ത്യ നടത്തുന്നത് രാജസ്ഥാന്റെ അപ്പുറത്തുള്ള ടാർ മരുഭൂമിയിൽ, പാകിസ്ഥാൻ നടത്തുന്നത് ബലൂചിസ്ഥാന്റെ അടുത്തൊരു മരുഭൂമിയുണ്ട്, കാരൻ മരുഭൂമി, ഇസ്രായേൽ സീനായി മരുഭൂമി, ഇറാൻ കാഹർ മരുഭൂമി, ചൈന, ജപ്പാൻ മുതലായ കിഴക്കൻ രാജ്യങ്ങൾ പോംബി മരുഭൂമി. ഇതിന്റെ ആശാന്മാർ അമേരിക്കക്കാരാ. അവര് പരീക്ഷിക്കുന്നത് ബൃഹത്തായ നെവാദ മരുഭൂമി. പരീക്ഷണം കേട്ടുകൊള്ളുക. മരുഭൂമിയിൽ കൊണ്ടുപോയി ആറ്റം ബോംബ് വെക്കും. ആരെ നശിപ്പിക്കാനല്ല, അതിന്റെ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യാനാ. മരുഭൂമിയിൽ കൊണ്ടുപോയി ആറ്റം ബോംബ് വെച്ചിട്ട് കിലോമീറ്ററുകൾ അകലെ മാറിയിരുന്ന് റിമോട്ട് അടിച്ച് പൊട്ടിക്കും. പൊട്ടിക്കുമ്പോൾ ആറ്റം ബോംബ്, കുഞ്ഞുങ്ങൾ മിണ്ടാതിരി പ്ലീസ്. സംസാരിക്കുന്ന കുട്ടി ഇവിടെ കയറി വന്ന് 118 സങ്കീർത്തനം വായിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. കേട്ടോ മോനെ, ഇനി സംസാരിച്ച് ഇവിടെ കയറി വന്ന് യു ഹാവ് ടു റീഡ് സാംസ് 118 or 19. പ്രൈസ് ദി ലോർഡ്. ആരും കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ച്. ശാസ്ത്രജ്ഞന്മാർ പരീക്ഷിക്കുവാൻ മരുഭൂമിയിൽ കൊണ്ടുപോയി വെച്ച് ഹൈഡ്രജൻ ബോംബോ ഏത് ആറ്റം ബോംബോ പൊട്ടിക്കുമ്പോൾ ആക്ഷൻ എന്താണെന്നറിയാമോ? ഹൈഡ്രജൻ വിഘടിച്ച് ഡോയിറ്റീരിയമാകും. ഡോയിറ്റീരിയമാകുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ചൂട് ദൈവം വെച്ചത് 20 ഡിഗ്രിയാണ്, അത് 1500 ഡിഗ്രി ആയിട്ട് ഉയരും. സങ്കല്പിക്കാമെങ്കിൽ സങ്കല്പിച്ചു. കുവൈറ്റിലെ ചൂടിന്ന് പക്ഷേ ഏറിയ 50-60 ആയിരിക്കും. എന്നാൽ ഹൈഡ്രജൻ വിഘടിച്ച് ഡോയിറ്റീരിയം ആകുമ്പോൾ 1500 ഡിഗ്രി ചൂടാകുമ്പോൾ മണൽ ഉരുകി ബലൂണാകും. ഒരു ബോംബ് പൊട്ടിക്കുമ്പോൾ കുറഞ്ഞത് 100,000 മണൽ ഉരുകി ബലൂണായി മുകളിലേക്ക് പോകും. ആ ബലൂൺ കൊടും വിഷമാ. അതിന്റെ പേരാണ് റാഡോൺ. വിഷം. 100,000 റാഡോൺ അന്തരീക്ഷത്തിൽ പോകുന്നത് ബൈനോക്കുലേഴ്സിൽ കൂടി ശാസ്ത്രജ്ഞന്മാർക്ക് കാണാം. മണ്ണ് റോഡിൽ കാറ് പോകുമ്പോൾ പൊടി പൊങ്ങുന്നത് പോലെ അത് അന്തരീക്ഷത്തിൽ ചെന്ന് തണുക്കുമ്പോൾ പൊട്ടി തിരിച്ചാ മരുഭൂമിയിൽ വീഴും. ആ ചൂട് നിമിത്തം അവശേഷിക്കുന്ന മണൽ സിലിക്കണാണ് മണൽ. അതിന്റെ ഘടന ഹൈഡ്രേറ്റും ഓക്സൈഡുമാ. അവശേഷിക്കുന്ന മണൽ ഈ റാഡോൺ വീഴുമ്പോൾ വിഘടിച്ച് വെള്ളമാകും. ആ വെള്ളത്തിന്റെ പേരറിയാമോ? അതാണ് ആറ്റം വാട്ടർ. ആറ്റം ബോംബിനേക്കാൾ 20 മടങ്ങ് നശീകരണ ശേഷിയുള്ള ആറ്റം വെള്ളമുണ്ടാകുന്നു. ആ ആറ്റം വെള്ളം മരുഭൂമിയിൽ താഴുന്നു. ശാസ്ത്രജ്ഞന്മാർ ചോദിക്കുന്നു, ഈ വെള്ളം എവിടെ? ഒരു കണക്കുണ്ട്. കുവൈറ്റിൽ ഇന്നൊരു പക്ഷി ചിറകിട്ടടിച്ചാൽ അതിന്റെ തരംഗം
8 ദിവസം കഴിയുമ്പോൾ ഈ കുവറ്റിന്റെ നേരെ ഭൂഗോളത്തിന്റെ മറുഭാഗത്ത് ചെല്ലും. ഇന്ത്യയിലെ രീതിയിൽ പറഞ്ഞാൽ കോട്ടയത്തോ പത്തനംതിട്ടയിലോ ഒരു കാക്ക ചിറകിട്ടടിച്ചാൽ ആ ശബ്ദമല്ല, ആ തരംഗം 8 ദിവസം കഴിയുമ്പോൾ കാലിഫോർണിയയിൽ ചെല്ലും. അതിന്റെ പേരാണ് സയന്റിഫിക്കൽ വാക്ക് ബട്ടർഫ്ലൈ എഫക്ട്. ഇന്ന് വൈകിട്ട് ഇവിടെ ഒരാൾ ഹല്ലേലൂയ പറഞ്ഞാൽ നാളെ രാവിലെ ഈ സമയമാകുമ്പോൾ, നാളെ വൈകുന്നേരമാകുമ്പോൾ ആ ശബ്ദം ഇറാനിലോ സൗദിയിലോ ചെന്നിരിക്കും. അതിന്റെ പേരാണ് ബട്ടർഫ്ലൈ എഫക്ട്. ഒരു കുടം വെള്ളം, ഒരു തുള്ളി വെള്ളം മണ്ണിൽ നമ്മൾ ഒഴിച്ചാൽ എങ്ങും പോകത്തില്ല. അതെ, 8 വർഷത്തിനകം എവിടെയെങ്കിലും തിരിച്ചു വന്നിരിക്കണം. സയൻസ് ചോദിക്കുന്നു. 996 ഇന്ത്യ പൊട്ടിച്ചു. രാജസ്ഥാനിലെ ടാർമരുഭൂമിയിലെ വെള്ളം എവിടെ? ഇന്ന് വരെ മുംബൈയിൽ വന്നില്ല, മധ്യപ്രദേശിൽ വന്നില്ല, തമിഴ്നാട്ടിൽ വന്നില്ല, പത്തനംതിട്ട വന്നില്ല. എവിടെ ഈ വെള്ളം? നൈവേദ മരുഭൂമി 940 ആദ്യം പൊട്ടിച്ചു. വർഷം എത്രയായി? എവിടെയാ വെള്ളം? 53 സ്റ്റേറ്റിലും ചെന്നില്ല. പോപ്പി മരുഭൂമിയിൽ ചൈന പൊട്ടിച്ചതും റഷ്യ പൊട്ടിച്ചതും ആയ വെള്ളം എവിടെ? 8 വർഷത്തിനകം എവിടെയെങ്കിലും വന്നിരിക്കണം. എവിടെ ഈ വെള്ളം? സയൻസിന് ഉത്തരമില്ല. അതെ, തീർത്തു പറയാം, നമ്മുടെ ദൈവം മണ്ണിനടിയിൽ മടകെട്ടി. എന്തിനു മടകെട്ടി? ഈ വെള്ളം ഇതിനോടകം കുവറ്റിലോ കോട്ടയത്തോ അമേരിക്കയിലോ ന്യൂയോർക്കിലോ കാനഡയിലോ ചൈനയിലോ എവിടെയെങ്കിലും വന്നേ ഏതെങ്കിലും ദൈവമക്കൾ ഈ വെള്ളം കുടിച്ച് റേഡിയേഷനേറ്റ് മരിച്ചാൽ ആരെ ചേർക്കാനാ പിന്നെ കർത്താവ് വരുന്നത്? പ്രൈസ് ദി ലോർഡ്. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ സൂക്ഷിക്കുന്നത് പോലെ വൃതന്മാർ നിമിത്തം എന്റെ ദൈവം മണ്ണിനടിയിൽ മടകെട്ടി വച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മട പൊട്ടും. അത് പൊട്ടിക്ക് ഇപ്പോഴല്ല. ദൈവസഭ മാറി 4 വർഷം കഴിയുമ്പോൾ 4 പൊട്ടിയിട്ടുണ്ട്. അടിയല്ല, 4 പൊട്ടും. സയൻസ് കണ്ടുപിടിച്ചു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യത്തില 1-ാമത്തെ പൊട്ടിയിലെ. അതിന്റെ പേരാണ് സ്ട്രോങ് വോളിയം എക്സ്പ്ലോഷൻ. ഭൂമിയുടെ അടിയൊന്ന് പൊട്ടുവന്നു. വായിച്ചേ, 8-ന്റെ വായിച്ചേ. 1-ാമത്തവൻ ഊതി, അപ്പോൾ രക്തം കൽമഴയും തീയും ഭൂമിയിന്മേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. 4 വർഷം കഴിയുമ്പോൾ നമ്മൾ തേജസ് സ്വർഗത്തില. ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോളൂ, ഞാൻ ചുറ്റിക്കെട്ടി കൊണ്ടുവരിക. 1-ാമത്തെ പൊട്ടീര് അന്ന് നടക്കും. അന്ന് മുഴുവൻ പച്ചപ്പുല്ല് കയറിയും. അടുത്തത് കെട്ടിക്കോണം. 2-ാമത്തെ പൊട്ടീരിന്റെ സയൻസ് ഇട്ടിരിക്കുന്ന പേരാ കോമ്പോസിറ്റ് എക്സ്പ്ലോഷൻ. ഭൂമി പൊട്ടിക്കീറുവെന്ന്. വായിച്ചാട്ടെ. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. അടുത്തൊന്ന് വായിച്ചേ. 2-ാമത്തെ പൊട്ടുന്നത്. രണ്ടാമത്തെ ദൂതനൂതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ സമുദ്രത്തിൽ എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. നമ്മുടെ വിഷയം 3-ാമത്തെ പൊട്ടിര. അതിന്റെ പേരാണ് പേലയം എക്സ്പ്ലോഷൻ. 8-ാം അധ്യായം 10-ാം വാക്യം വായിച്ചേ. 8-ാം അധ്യായം 10-ാം വാക്യം. 3-ാമത്തെ ദൂതനൂതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. ഭൂമിയുടെ അടിയിൽ ഈ ലോകരാഷ്ട്ര തലവന്മാർ, ഭൂമിയിലെ ശാസ്ത്രജ്ഞന്മാർ നിർമ്മിച്ചു വെച്ച് ഒഴുക്കി വിട്ട മുഴുവൻ ആറ്റം വെള്ളവും വെളിയിൽ വരും. വായിക്കാം, വേഗം വായിക്കാം. വീണത്. അടുത്ത വാക്യം. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. അടുത്ത വാക്യം. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലായി. വെള്ളം കൈപ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. അന്ന് റേഡിയേഷൻ ഉണ്ടാകും. ഇന്ന് സംഭവിക്കത്തില്ല. ഒരൊറ്റ ബോംബ് ഇവിടെ പൊട്ടാൻ പോകുന്നില്ല. ഇന്ന് ദൈവം സൂക്ഷിക്കുക. എന്തുകൊണ്ട്? യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് അവന്റെ ആത്മാവിൽ അഭിഷേകമുള്ളവരായി അവനെ ആരാധിക്കുന്ന, അവന് പ്രിയങ്കരായ മണവാട്ടിയായ സഭ ഭൂമിയിലുള്ളപ്പോൾ ഇത് സംഭവിക്കാതെ സൂക്ഷിക്കുമ്പോൾ ഈ കെയർ ഓഫില ലോകത്തിലെ മുഴുവൻ മിടുക്കന്മാരും ജീവിക്കുന്നത്. പിന്നെ എന്തിനാ ഇസ്രായേലിന് ഈ ടെൻഷൻ? കേട്ടുകൊള്ളുക, നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ വർഷം മുഴുവൻ അവരുടെ പരിപാടി ഏതാ? ഇറാന്റെ ആറ്റമായുധത്തെ നേരിടാൻ, റേഡിയേഷനെ നേരിടാൻ പഠിച്ചു. എങ്കിൽ ഇതെന്തിനാ? ശ്രദ്ധിക്കണേ, കർത്താവ് വരും ഈ തലമുറയിൽ. ഞാൻ പുറകോട്ട് വരിക, റിവേഴ്സ് ചെയ്യുക. ഞാനും നിങ്ങൾ എടുക്കപ്പെടും. ഈ ശരീരത്തിലല്ല മേലോട്ട് പോകുന്നത്. ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ ഉയർക്കും. അറിയാമല്ലോ, നമുക്കൊരു ശരീരം കിട്ടും, തേജസ്സിന്റെ ശരീരം. ഹല്ലേലൂയ.
നമുക്ക് ആർക്കും വിഭാവന ചെയ്യാൻ മേലാത്ത ഒരു ശരീരം നമുക്ക് കിട്ടും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ കാണുവാൻ അവനോട് സദൃശനാകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തേജസ്, കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നാമും തേജസ്സിൽ വെളിപ്പെടും. ശ്രദ്ധിക്കട്ടെ, നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പ് അങ്ങ് മാറും. ഈ നരച്ച തലമുടിയും കറുത്ത മുടിയും കൊഴിയുന്ന പല്ലും ആടുന്ന പല്ലും എല്ലാം അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു ശരീരം നമുക്ക് കിട്ടും. കേട്ടോണം, നമ്മൾ മേലോട്ട് ചെല്ലും, സ്വർഗത്തിൽ ചെല്ലും. അവിടെ ചെന്നാലോ വേറൊരു പരിപാടിയാ, വേറെ പേര് കിട്ടും. തോമാച്ചൻ ഇങ്ങോട്ട് വരാൻ അവിടെ പറയത്തില്ല, കുഞ്ഞുഞ്ഞമ്മ വരാൻ പറയത്തില്ല. ഇവിടുത്തെ പേരൊക്കെ പിതാവും മാതാവും സ്നേഹത്തിലിട്ട പേരാ അല്ലേ? അതിനൊക്കെ ഓരോ അർത്ഥം കാണും. ഇല്ല, ഇപ്പോഴത്തെ പേര് എന്നാണെന്ന് ആർക്കും അറിയാൻ മേല. എങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പേര് കിട്ടുമെന്നോ വായിച്ചാൽ കിട്ടുമോ നോക്കിക്കേ. ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോണേ. ഒരു കാര്യം ഞാൻ വളച്ചേ പറയത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. ഞാനിത് പറയാനിരുന്നില്ല. എന്ന കർത്താവിന്റെ ദാസൻ എസ് ജോൺ സാറിന്റെ മോൻ എന്നോട് പറഞ്ഞത് പറയണം, അദ്ദേഹത്തുള്ള ബഹുമാനം, കാരണം ടൈം വേണം. ഒന്ന് വേഗം വായിച്ചേ. വെളിപ്പാട് 2:16 വായിച്ചേ. പേര് കിട്ടുമോ നോക്കിക്കോണം. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അടുത്ത വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത വാക്യം, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അടുത്ത വാക്യം, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും വേറെ പേര് കിട്ടും. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു പേര് കിട്ടും. ഈ ലോകത്തിൽ ജീവിച്ചതിനനുസരിച്ച്, പ്രിയന് വേണ്ടി പ്രവർത്തിച്ചതിനനുസരിച്ച്, കർത്താവിന് വേണ്ടി ശരീരവും സമയവും പണവും ബുദ്ധിയും ആരോഗ്യവും കൊടുത്തതിനനുസരിച്ച് സ്വർഗത്തിലെ ദൈവം ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും സ്വർഗത്തിലെ ദൈവം പരിജ്ഞാനത്താൽ പേരിടും. സന്തോഷമുള്ളവർ സ്തുതിച്ചാട്ടെ. അതിന്റെ നിഴല അബ്രാമിനെ അബ്രഹാമാക്കിയത്, യാക്കോബിനെ പിടിച്ച് ഇസ്രായേലാക്കിയത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോയി, നമുക്കൊരു ശരീരം, ഇവിടുത്തെ ബോഡിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ഒരു സാമ്യവുമില്ല, ദൂതന്മാരെക്കാൾ മെച്ചപ്പെട്ട ശരീരം. ശ്രദ്ധിച്ചോണേ, അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഒരു വേറൊരു പേര്, പിന്നെ പ്രതിഫലം. പിന്നെ പ്രതിഫലം, ചെയ്തതിനും പ്രവർത്തിച്ചതിനും എല്ലാം പ്രതിഫലം അല്ലേ? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ തേജസ്സിന്റെ നിത്യഘനം. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ തേജസ്സിന്റെ നിത്യഘനം, വാടാത്ത കിരീടം, തേജസ്സിന്റെ കിരീടം. അറിയാമല്ലോ, പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇതെല്ലാമായി നാം അവിടെ ഇരിക്കും. കേട്ടോണം, ഭൂമിയിൽ 3 പുള്ളികളെ, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ, ഹ്യൂമൻ ഫെർട്ടിലൈസേഷൻ, എംബ്രിയോളജി, ഇവനെല്ലാം കൂടെ അടിച്ചു പൊളിച്ച് ഭരിക്കുക. 7 വർഷം കഴിയും. പ്രൈസ് ദി ലോർഡ്. 7 വർഷം കഴിയും. എൻ്റെ കർത്താവ് ഈ ലോകം പിടിച്ചെടുക്കേണ്ട സമയമായി. ഈ ലോകത്തിൽ സാത്താന്യ ശക്തികളെ അമർച്ച ചെയ്യേണ്ട സമയമായി. 7 വർഷം ഈ ലോകം മുടിപ്പിക്കും, തകർക്കും. കുടുംബ ബന്ധങ്ങൾ തകരും. അറിയാമല്ലോ, ധാർമ്മിക ബന്ധങ്ങൾ തകരും. മ്ലേച്ഛത ഇവിടെ വർദ്ധിക്കും, ഹീനത വർദ്ധിക്കും, നിയമം മാറ്റും. ദാനിയേൽ 7:24 പറയുന്നുണ്ട്, നിയമം മാറ്റുമവൻ. അതാണ് മഹോപദ്രവം. എന്തുവാണൊരു നിയമം? ഈ ലോകത്തിൽ ഒരൊറ്റ നിയമമേ ഉള്ളൂ, ഒരു ഗവൺമെന്റും പാസ്സാക്കാത്തത്. പണ്ഡിതനും പാമരനും, അറിവുള്ളവനും അറിവില്ലാത്തവനും, കറുത്തവനും വെളുത്തവനും, ധനവാനും ദരിദ്രനും എല്ലാം, ആദിവാസിയും പട്ടണവാസിയും, ലോക ആരംഭം മുതൽ ഇന്ന് വരെ അനുവർത്തിക്കുന്ന ഒരു നിയമമുണ്ട്. ഒരു ഗവൺമെന്റ് പാസ്സാക്കിയതല്ല. മനുഷ്യൻ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ശ്വാസത്തിലും സൃഷ്ടിക്കപ്പെട്ടതാൽ മനുഷ്യന്റെ മനസ്സിൽ സ്വയവേ ഉരുത്തിരിഞ്ഞ ഒരു നിയമം. ആ നിയമം അവൻ മാറ്റാൻ പോകുന്നത്. ആ നിയമത്തിന്റെ പേരാണ് ദ മോറൽ ലോ, ധാർമ്മിക നിയമം. ഒരു പുരുഷൻ അവന്റെ അമ്മയെ എങ്ങനെ കാണാം, ഒരു പെൺകുട്ടിക്ക് അവരുടെ പിതാവിനെ എങ്ങനെ കാണാം, ഒരു സഹോദരനെ അവന്റെ സഹോദരിയെ എങ്ങനെ കാണാം, ഈ നിയമം അവൻ മാറ്റും. അതിന്റെ അടയാളം നിങ്ങൾ കാണാൻ തുടങ്ങിയില്ലേ? 70 വയസ്സുള്ള പിതാവ് 2 വയസ്സുള്ള മകളെ പീഡിപ്പിച്ചു, വരുന്നു ബാക്കി പുറകെ. അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നു. തടസ്സപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ദൈവമക്കളിൽ ഉള്ളതിനാൽ കൊടികുത്തി വാഴുന്നില്ല. ഒന്ന് മാറിക്കൊടുത്താൽ മതി, സംഗതി നടക്കും. അറിയാമല്ലോ, പുരുഷന്മാർ തമ്മിൽ കല്യാണം നടക്കുന്നുണ്ടോ? സ്ത്രീകൾ തമ്മിൽ കല്യാണം നടക്കുന്നുണ്ടോ?
എന്താ കാര്യം? അധർമ്മം വരാൻ പോവുക. ഈ ലോകത്തെ അവൻ തകർത്തു ഭരിക്കും. ഈ നിയമം അവൻ മാറ്റും. ആർക്കും ആരെയും കല്യാണം കഴിക്കാം. ദാനിയേൽ 7:24 വായിച്ചാൽ കാണാം, അവൻ നിയമം മാറ്റും. അങ്ങനെ ഒരു ലോകം ഇവിടെ വരും. ഇന്നിവിടെ വചനം കേട്ടിരിക്കുന്ന ദൈവമക്കൾ, ഇന്നും നാളെയുമായി കേട്ട് രക്ഷിക്കപ്പെടാൻ പോകുന്നവർ, കർത്താവിനെ രക്ഷകനെ സ്വീകരിക്കാൻ പോകുന്നവർ, അവന്റെ കൽപ്പന അനുസരിക്കുവാൻ തീരുമാനിക്കുന്നവർ, അവർക്കൊഴി കഴിവ. അവരും നമ്മളും സ്വർഗത്തിൽ 7 വർഷം ദൈവത്തെ ആരാധിച്ച് മുഖാമുഖമായി കണ്ട് സ്വർഗീയമായ കിരീടങ്ങളിൽ ലഭിച്ച് തേജസ്സോടെ ആരാധിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഈ ലോകം തകർത്ത് നശിപ്പിച്ച് 7 വർഷം തികയും. ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടാകും. നാളെ നമ്മൾ ചിന്തിക്കും, നെറ്റിമേലും കൈമേലും മുദ്രയേൽക്കുന്ന നിയമം വരും, വന്നു കഴിയാൻ പോകുന്നു. അവന്റെ സംസാരിക്കുന്ന പ്രതിമയെ നമസ്കരിക്കണം. നാളെ നമ്മൾ ചിന്തിക്കുമല്ലോ, സംസാരിക്കുന്ന ടോക്കിംഗ് ഇമേജ് ടെക്നോളജി കണ്ടുപിടിച്ചു കഴിഞ്ഞു. റിഫ്ലക്റ്റീവ് ടെക്നോളജി. സംസാരിക്കുന്ന പ്രതിമയെ നമസ്കരിക്കണം, നെറ്റിയിലും കയ്യിലും മുദ്രയേൽക്കണം. ഈ നിയമം വരുമ്പോൾ ഭൂമിയുടെ മധ്യഭാഗത്ത് താമസിക്കുന്ന പുള്ളികൾ, ഇന്ന് ലോകത്തിന്റെ വേനലായിരിക്കുന്ന പുള്ളികൾ, യഹൂദൻ, അവൻ അതിനോട് മറുതലിക്കും. അവർക്ക് നിയമമുണ്ട്, ദേഹത്ത് പാടേൽപ്പിക്കരുത്, ഒരു വിഗ്രഹത്തെ നമസ്കരിക്കരുത്. അതുവരെ കടന്നു വന്നവൻ എതിർ ക്രിസ്തു മശിഹായാണെന്ന് പറഞ്ഞ് സ്വീകരിച്ചവർക്ക് മനസ്സിലാകും ഇത് ചതിവാണ്. ശ്രദ്ധിച്ചോണേ, ഭൂമിയിൽ നടക്കാൻ പോകുക. കർത്താവിന്റെ വരവിന് ശേഷം 3.5 വർഷം കഴിയുമ്പോൾ ആ സംഭവം നടക്കും. നമ്മൾ സ്വർഗത്തിലാ. ആ സംഭവം നടക്കുമ്പോൾ പ്രതിമയെ നമസ്കരിക്കാൻ പറയും, മുദ്രയേൽക്കാൻ വരും. അവർക്ക് കിട്ടിയിരിക്കുന്ന നിയമമാണ്, ഒരു വിഗ്രഹത്തെ നമസ്കരിക്കരുത്, ശരീരത്തിൽ പാടേൽപ്പിക്കരുത്. ഈ നിയമത്തെ ലംഘിക്കാൻ ആന്റി ക്രൈസ്റ്റ് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് ചതിവ. അവർ ചെറുക്കും, എതിർ ക്രിസ്തു ഉടക്കും. സോവിയറ്റ് റഷ്യയെ കണ്ണു കാണിക്കും. എഗസ്കേൽ 38-ാം അധ്യായത്തിലെ യുദ്ധം അവിടെ നിവർത്തിക്കും. സോവിയറ്റ് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. നല്ലൊരു വിഭാഗം രക്തസാക്ഷികളാകും. ശ്രദ്ധിച്ചോണേ, മറ്റേ പുള്ളി ഒന്ന് ഓടിച്ചു വിട്ടെ. ബാക്കി ചരിത്രം തിരിയാൻ പോവുക. ബൈബിളിലെ വാക്യങ്ങൾ പറയുക. ഞാൻ ചരിത്രം തിരിയും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ ഉണ്ട്. സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും അണിഞ്ഞ ഒരു സ്ത്രീ. അറിയാവല്ലോ, അത് സ്വപ്നം കണ്ടത് ആരാ? യാക്കോബ്, ജോസഫ്, ഇസ്രായേലിലെ കുടുംബം, യാക്കോബും ഭാര്യയും മക്കളും. ആ സ്ത്രീ 14-ാം വാക്യത്തിൽ പറയുന്നു, വെളിപ്പാട് 12:14 പറയുന്നു, ഹല്ലേലൂയ. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. അടുത്ത കേട്ടോണം. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 1 വർഷം, 2 കാലവും 2 വർഷം, അരക്കാലവും 1/2 വർഷം, 3.5 വർഷം പോറ്റി രക്ഷിച്ചു. ചരിത്രം തിരിയും. പുറകെ ബൈബിളിലെ വാക്യം കാണിച്ചു തരാം. യഹൂദൻ അഭയാർത്ഥിയായി ഓടും. ധരിച്ചിരിക്കുന്ന വസ്ത്രം മാത്രം എടുത്തുകൊണ്ട് ഓടും. മുദ്രയേൽക്കണം, വിഗ്രഹത്തെ നമസ്കരിക്കണം. എതിർ ക്രിസ്തുവിന്റെ നിയമം വരുമ്പോൾ അവനോടും. എവിടെ വരും? നിങ്ങളിൽ നിന്ന് ഇവിടെ താമസിക്കുന്ന ഈ രാജ്യം വരെ വരും. ഇന്നത്തെ ശത്രുത മാറും. ഈ രാജ്യങ്ങളുടെ പേര് പുറകെ കണ്ട ബൈബിളിലുണ്ട്. ഇവർക്ക് ഇന്ന് ശത്രുതയാ, അന്ന് ശത്രുത മാറും. ഇതെല്ലാം ഒരപ്പന്റെ മക്കളാ. പ്രൈസ് ദി ലോർഡ്. അറിയാമല്ലോ, ഒന്ന് ഇതാരാ ഈ മരുഭൂമികളിൽ താമസിക്കുന്നത്? ആരാണെന്നറിയാമോ? യേശാവിന്റെ സന്തതികളും ഇസ്മായേലിന്റെ സന്തതികളും അബ്രഹാമിന് കെതൂറയിലുണ്ടായ സന്തതികളും ക്രോസ് വിവാഹം നടത്തിയവരാ. അവർക്കന്ന് തമ്പുരാൻ അവരുടെ മനസ്സിനെ മാറ്റും. ഇത് നമ്മുടെ സഹോദരങ്ങളാ. ഇവർക്കും വിഗ്രഹങ്ങൾ നിഷിദ്ധമാ. ഇവരുടെയും ദേഹത്ത് പാടേൽപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ഇവർ അവരെ സംരക്ഷിക്കും. 1 കാലം, 2 കാലം, അരക്കാലം, 3.5 വർഷം ഇസ്രായേൽ അഭയാർത്ഥികളായി ചേതറും. ഞാൻ ഒടുവിൽ ബൈബിളിലെ വാക്യം കൊണ്ടുവരാം. വെറുതെ ഞാൻ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കണ്ട. അപ്പോഴാണ് 7 വർഷം തികയും. മനുഷ്യൻ മടുക്കും. വെളിപ്പാട് 9-ൽ പറയുന്നത് സംഭവിക്കും. മരിക്കാൻ ആഗ്രഹിക്കും. 9:6 നോക്കിക്കേ. 4-ാമത്തെ ആക്ഷൻ സാത്താൻ നടക്കും. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. തമ്പുരാന്റെ ഒരു ആക്ഷനാ. 4-ാമത്തെ പൊട്ടിത്തെറി, പ്ലീനിയം പൊട്ടിത്തെറി. ഭൂമിയിലോട്ട് പൊട്ടിത്തെറിച്ചിട്ട് അതിനകത്തു നിന്നും അഗാധകൂപത്തു നിന്നും പുക വന്നിട്ട് ഒരു പ്രത്യേക സൂത്രം കയറി വരും. സമയം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. അത് ദേഹത്ത് കുത്തിക്കൊണ്ടിരിക്കും. അന്ന് തമ്പുരാൻ ഒരു ആക്ഷൻ നടത്തും. 6 മാസത്തേക്ക് ഒരുത്തരും മരിക്കത്തില്ല. സയൻസ് കണ്ടുപിടിച്ചു. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ ആക്ഷൻ നടത്തുമ്പോൾ ഒരു ജീൻ ഉണ്ടാകും. ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന രാസവസ്തുവിന്റെ ജീൻ. ഇവിടെയുള്ളവർ
കർത്താവിന്റെ ദാസൻ പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമായി. ബെരോവായിലുള്ളവരെയൊക്കെ നല്ലതിനാ വചനം കേൾക്കുന്നത് ശരിയാണോ ചെക്ക് ചെയ്യുന്നുണ്ട്. അവരെ ഓർത്ത് സ്തോത്രം, കരങ്ങളെ ഓർത്ത് സ്തുതിച്ചാട്ടെ. അങ്ങനെ വേണം. ആര് വന്ന് പ്രസംഗിച്ചാലും ശരിയാണോ ചെക്ക് ചെയ്യണം. ഹൈഡ്രോ കാർബൺ അല്ല, അതിന്റെ ജീൻ സയൻസ് കണ്ടുപിടിച്ചു. മനുഷ്യന്റെ ജീനിൽ കയറിയാൽ അവന്റെ ജീവൻ തുടിക്കും. Praise the Lord. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പൊട്ടിത്തെറി കോമ്പോസിറ്റ് എക്സ്പ്ലോഷൻ നടത്തുമ്പോൾ നമ്മൾ വായിച്ചു, ഒന്ന് വായിച്ചേ 8:7 ഒന്ന് വായിച്ചേ. 8:7 ഒന്നാമത്തവൻ ഊതി, കെമിക്കൽ ആക്ഷൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയുടെ അടിയിൽ നിന്ന് വരുത്തും. അടുത്ത കേട്ടോണം. അടുത്ത വാക്യം, അടുത്ത വാക്യം, അതിനകത്തൊരു സാധനം ദൈവം വിടും. ഹല്ലേലൂയ. ഹൈഡ്രോ കാർബണിന്റെ ജീൻ കയറ്റിവിടും. അത് മനുഷ്യന്റെ ശരീരത്തിൽ കയറിയാൽ ഹല്ലേലൂയ 6 മാസത്തേക്ക് അവൻ മരിക്കത്തില്ല. അതാ വെളിപ്പാട് 9:6 പറയുന്നത്, ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും മരണം അവനെ വിട്ടോടിപ്പോകും. അത്ര ഭയങ്കര ലോകം. മനുഷ്യനെ തിന്നും. മാതൃപിതൃ അപ്പനെന്നും മക്കളെന്നുള്ള ബന്ധം മാറ്റും. ധാർമ്മികത തകർക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അലച്ചു കൂവുന്ന രക്ഷിക്കപ്പെടേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ കാശുണ്ടാക്കാനല്ല, മതം മാറ്റാനല്ല, സഭ മാറ്റാനല്ല. ഈ സംഭവിക്കാൻ പോകുന്ന എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാനും. കാരണം ഇത് ദൈവദാസന്മാരായ ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങൾക്ക് സ്വർഗം വെളിപ്പെടുത്തി തന്നു. അന്ന് കുറ്റരോഗി പറഞ്ഞ പോലെ പറയുക. പറഞ്ഞില്ലെങ്കിൽ, നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ കുറ്റം ഞങ്ങളുടെ മേൽ വരും. അങ്ങനെ 7 വർഷം കഴിയുമ്പോൾ തമ്പുരാന്റെ കലണ്ടറിൽ വർഷം 7 തീർന്നു. ഈ ലോകത്തിൽ താൻ 1000 വർഷം വാഴണം. സാത്താന്യ ശക്തികളെ അമർച്ച ചെയ്യണം. കേട്ടുകൊള്ളുക, കർത്താവും വിശുദ്ധന്മാരും കോടാകോടി ദൈവമക്കളും നമ്മളെല്ലാം കർത്താവിൻ്റെ ഒരു വരവ് ഇങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. തിരിച്ചൊരു വരവ്. പോയ കുഞ്ഞമ്മയല്ല കേട്ടോ, പോയ ഷൈനി അല്ല, പോയ യാക്കോച്ചനല്ല. ഇങ്ങോട്ട് വരുന്നത് തേജസ്സിന്റെ നിത്യഗനവുമായിട്ടാ. ഒന്ന് ഭാവനെ കാണണേ. ഈ പോയ അച്ചായനല്ല, ആയിരിക്കുന്ന മോനല്ല, ഇതൊക്കെ തന്നെയാ. ഞാൻ ചോദിക്കോട്ടെ, നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാം. 20 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് കുവറ്റി വന്നവരാണോ തിരിച്ചങ്ങോട്ട് ചെല്ലുന്നത്? ഇവിടുത്തെ 20 വർഷത്തെ ജീവിതവും ഇവിടുത്തെ ചൈതന്യവും നിങ്ങളുടെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റിയില്ലേ? വേണ്ട. ഞാൻ ഇവിടെ വന്നത് മാർച്ച് 1 മാർച്ച് 28 ഞാൻ അവിടെ ചെല്ലുമ്പം എന്റെ സംശയം, എന്റെ ഭാര്യയ്ക്ക് എന്റെ സംശയം എന്നാ ഇത്ര വ്യത്യാസം ഇല്ലേ? ക്ലൈമറ്റ് ചേഞ്ച് എല്ലാം വന്നപ്പോ നിങ്ങളുടെ ശരീരം പഴയ ഫോട്ടോ ഇരിപ്പില്ല, ഒന്നെടുത്ത് നോക്കണം. ഇപ്പം വ്യത്യാസം ഉണ്ടോ? കേരളത്തിൽ നിന്ന് 5 മണിക്കൂർ യാത്ര ചെയ്ത് കുവറ്റി വന്ന് 5 വർഷം കഴിയുമ്പോൾ ഫോട്ടോ എടുത്ത് നോക്കിക്കാൻ വ്യത്യാസം വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് സ്വർഗത്തിൽ ചെന്നിട്ട് തേജസ്സോടെ തേജസ്സും മേടിച്ച് പ്രതിഫലവും മേടിച്ച് മണവാട്ടി എന്ന് പറഞ്ഞ് ഇങ്ങോട്ടൊരു വരവേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എവിടെ വരുമെന്നറിയാമോ? വായിച്ചേ സക്കറിയാ പ്രവചനം ഒന്ന് വായിച്ചേ. 14-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വേഗം വായിച്ചേ. സക്കറിയാ പ്രവചനം 14-ാം അധ്യായം 1-ാം വാക്യം വേഗം വായിക്കാം. വായിച്ചേ. അടുത്ത വാക്യം. വേണ്ട, 4-ാം വാക്യം. 4-ാം വാക്യം മൈക്ക് കൊടുത്ത് വേഗം വെച്ചേ. 4-ാം വാക്യം. 4-ാം വാക്യം സക്കറിയ 14:4. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ. അടുത്ത വാക്യം മൈക്ക് ഇല്ല, ഒന്നുകൂടെ ഉറക്കെ വായിക്കണം. മൈക്ക് എടുത്തൊന്ന് വായിക്കും. അന്നാളിൽ, ഈ മൈക്ക് വെളിയിൽ ഇരിക്കുന്നതോടെ കേൾക്കാനാ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെയുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒരിക്കൽ കൂടി അവനെ ഒന്ന് ഓടിച്ചു വിട്ടേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവേ ഒലിവുമലയെ ചവിട്ടും. സ്വർഗാരോഹണം ചെയ്തപ്പോ ദൂതന്മാർ പറഞ്ഞു, ഗലീല പുത്രന്മാരെ മേലോട്ടൊന്നും നോക്കണ്ട, പോയ പോലെ വരും. ഒലിവുമലയെന്നാ പോയത്, അവിടെ വരും. അന്നാളിൽ അവന്റെ കാൽ. ഒന്നുകൂടെ വായിച്ചേ. അന്നാളിൽ അടുത്ത വാക്യം 996 നിങ്ങൾക്കറിയാം, ലോക പ്രശസ്ത ഫ്രഞ്ച് കമ്പനി ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ ഒലിവുമലയുടെ പകുതി വിലയ്ക്ക് മേടിച്ചു. 7 നിലയിൽ റിസോർട്ട് പണിയുവാൻ പ്ലാൻ തയ്യാറാക്കി.
ഒടുവിൽ ജിയോളജിക്കൽ സർവേ ചെയ്തപ്പോൾ ജിയോളജിക്കൽ എഞ്ചിനീയേഴ്സ് പറഞ്ഞു, കൊടുത്ത പണം മേടിച്ച് വേഗം മാറിക്കോ, ഇതിനടിയിൽ ശക്തമായ എരമ്പൽ കേൾക്കുന്നു, ഏത് സമയത്തും ഇത് പിളർന്നു മാറുമെന്ന്. ഹല്ലേലൂയ! ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുൻപ് സയൻസ് വെളിപ്പെടുത്തിയെങ്കിൽ ഒലിവ് മല രണ്ടായി പിളരും. ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ ഒക്കുമോ? 2600 വർഷം മുമ്പേ സക്കറിയ പ്രവാചകൻ എഴുതി, ഒലിവുമല കീറും. 96 ശാസ്ത്രം പറയുന്നു ഒലിവുമല കീറും, അടിയിൽ ശബ്ദം കേൾക്കുന്നു. വായിക്കാം. അന്നാളിൽ അവന്റെ കാൽ, വായിച്ചട്ടെ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. അടുത്ത വാക്യം. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. അടുത്ത വാക്യം. ഏറ്റവും വലിയൊരു താഴ്വരയുള്ളവായി വരും. ആ താഴ്വരയിൽ നമ്മുടെ കർത്താവ് വന്നിറങ്ങും, നമ്മളും കൂടെ. ശ്രദ്ധിച്ചോണേ, ഇതിനകത്തിരിക്കുന്ന മുഴുവൻ വിശുദ്ധന്മാർ, ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ വിശുദ്ധന്മാർ, കർത്താവിന്റെ സന്നിധിയിൽ പർദീസയിൽ ചേർക്കപ്പെട്ട നമ്മുടെ തിരുശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയ നമ്മുടെ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ എല്ലാം നമ്മൾ ഒന്നിച്ച് നമ്മുടെ പ്രിയനോടുകൂടി ഇങ്ങോട്ട് വരും. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ഓർക്കണം, പോയ കുഞ്ഞമ്മയല്ല, പോയ ചാക്കോച്ചനല്ല, തേജസ്സിൽ കർത്താവുമായിട്ട് വന്ന് ഇറങ്ങുമെന്ന് ഭാവനെ കണ്ട്. നിങ്ങളെ കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങിയ പെട്ടിങ് കൊണ്ട് വെളിയിൽ വരുമ്പോഴേ 4 പേര് കാണാൻ നിൽക്കുന്നവരുടെ മുഖം എന്നതാ. അങ്ങനെയാണ് നിങ്ങളുടെ മുഖം എന്നതാ. എങ്കിൽ എന്റെ പ്രിയനോട് ചേർന്ന് ഞാനും നിങ്ങളും അവിടെ വന്നിറങ്ങും. സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, സാറ്റനിക് ട്രിനിറ്റി ലോകം ഭരിക്കുക. അവർക്കറിയാം ഈ വന്നത് ദൈവപുത്രനായ മശിഹായ. അറിയാമല്ലോ, യേശുവിനെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ ആദ്യം വിളിച്ചത് പിശാച. 6000 പിശാചികൾ ഒന്നിച്ചാ വിളിച്ചത്, ലഗ്യോൻ. അവനറിയാം ഈ വന്ന് നിൽക്കുന്നത് അവനെ തകർക്കാനാ, പക്ഷെ അവൻ വെളി പറയത്തില്ല. കേട്ടോണേ, അവൻ ലോകത്തിന്റെ റൂളറാ. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും അറിയിക്കും. ഏതോ ഗ്രഹത്തിൽ നിന്നും നല്ല തിളങ്ങുന്ന ജീവികൾ വന്ന് ചാടിയിരിക്കുന്നു. നമ്മളെ തിളങ്ങുന്ന ഗ്ലിറ്ററിങ് ക്രീച്ചേഴ്സ്, നല്ല തിളങ്ങുന്ന ശരീരം. നല്ല ഈ കേരളത്തിലെ കുട്ടനാട്ടിലൊക്കെ വേനൽക്കാലത്ത് സൈബീരിയയിൽ നിന്ന് വരെ എരണ്ടകൾ വരുന്ന കാണേണ്ടത് വെറും പക്ഷി. ഇതൊക്കെ വല്ലപ്പോഴും പോയി കണ്ടാലുണ്ടല്ലോ നമ്മുടെ വരവൊക്കെ ഒന്ന് ഓർക്കാം. ഹല്ലേലൂയ! അതിനെ വെടിവെച്ച് കൊല്ലാനല്ലേ, അതിനെ പോയി ഒന്ന് കാണണം. അത് വന്ന് വരമ്പയിലിരുന്ന് ഇങ്ങനെ കുണുങ്ങി തില്ലുമ്പം സൈബീരിയെന്ന് വരുന്നതാ. അത് സൈബീരിയെന്ന് വരുമ്പോൾ ഈ നിറമാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വരുന്ന വിശുദ്ധന്റെ ഷൈപ്പ് എന്നതാ. നോക്കിക്കേ, അന്നത്തെ മുഴുവൻ ഫോട്ടോഗ്രാഫർമാർ, വീഡിയോഗ്രാഫർമാരെ കൊണ്ട് അവൻ ഇത് എടുപ്പിച്ച് കേബിൾ TV വഴി ലോകത്തിൽ മുഴുവൻ കാണിച്ചു പറയും, നിങ്ങൾ നോക്കിക്കേ, ഏതോ ഗ്രഹത്തിൽ നിന്നും ജീവികൾ വന്നിട്ടുണ്ട്, ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്, നടുവിൽ അവരുടെ നേതാവ് ഉണ്ട്. ഇവരിവിടെ വന്നാൽ അപകടമാ, ഈ ലോകത്ത് റേഡിയേഷൻ ഉണ്ടാകും, അപകടം ഉണ്ടാകും, നമ്മളെ മുഴുവൻ തകർക്കും. അതുകൊണ്ട് ഇവരോട് യുദ്ധം ചെയ്യാൻ ലോകത്തിലെ മുഴുവൻ സൈന്യവും വളരെ വേഗം വരണം. ഹർമഗദോൻ യുദ്ധം ആരംഭിക്കാൻ പോവുക. നിങ്ങൾ യെരൂശലേമിൽ ചെന്ന ഒരു കാഴ്ച കാണാം. യെരൂശലേമിന് കിഴക്ക് വശം ഷാരോൻ സമഭൂമി, മെഗിദോ താഴ്വര, 1500 ഏക്കർ സ്ഥലം. ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ ഒരു ചെടി വെക്കാതെ, ഒരു കെട്ടിടം വെക്കാതെ 8 ലൈൻ ഉള്ളു കമ്പിയിട്ടിരിക്കുന്നു. എപ്പോഴും ലെവലടിച്ചിട്ടിരിക്കുന്നു, ആരെയും കയറ്റത്തില്ല, ഒരു മനുഷ്യർക്ക് എൻട്രൻസ് ഇല്ല, എപ്പോഴും ലെവലടിച്ചിട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പ്ലെയിൻ ഫ്രാൻസുകാരുടെ ബോയിങ് 780 അവിടെ ഇറക്കാം, ആരെയും കയറ്റുന്നില്ല. ആ ഗൈഡിനോട് ചോദിച്ചത് എന്നാ പരിപാടിയാ? ഈ പ്രധാനപ്പെട്ട കോസ്മോപോളിറ്റൻ ലോകത്തിന്റെ ചരിത്രത്തിന്റെ പട്ടണത്തിന്റെ സമീപം 1500 ഏക്കർ സ്ഥലം ഇങ്ങനെ വേസ്റ്റ് ഇട്ടിരിക്കുന്നത്. അവരുടെ മറുപടി കേൾക്കണമോ? ഞങ്ങളുടെ മശിഹ ഇവിടെ ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് രാജ്യം തരും, അതിന് ഞങ്ങൾ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസാന്തരപ്പെടാത്ത യഹൂദൻ മശിഹയെ കാത്തിരിക്കുന്നെങ്കിൽ എന്റെ പ്രിയ സഹോദരി, സഹോദര, രക്ഷിക്കപ്പെടാത്ത സഹോദര, നീ കർത്താവിനെ കണ്ടുമുട്ടിയില്ലെങ്കിൽ നിന്റെ മേൽ ശിക്ഷ വരും. 100 ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ഉണ്ട്. തവണ വെച്ച് ഇന്ത്യയിൽ നിന്ന് 2 പേരുണ്ട്. രഹസ്യമായി ഏത് സമയത്തും യുദ്ധം നടക്കാമെന്ന് അവർ പറയുന്നത്. ഞങ്ങളുടെ മശിഹ ഇവിടെ ഇറങ്ങും. ആ സ്ഥലമാണ് ഹർമഗദോൻ. ചരിത്രത്തിൽ ഇടിമുഴക്കിയും മഞ്ഞു പെയ്യിച്ചും ദൈവം ഫെലിസ്ത്യരെ ഓടിച്ച സ്ഥലം. വെളിപ്പാട് 16-ാം അധ്യായത്തിന്റെ ഒടുവിൽ കാണുന്ന വാക്യത്തിൽ കാണുന്ന സ്ഥലം ഹർമഗദോൻ. അവിടെ ലോകത്തിലെ മുഴുവൻ മിലിറ്ററിയും ആറ്റം ആയുധങ്ങളുമായി, ലോകത്തിലെ ക്യാപ്റ്റന്മാർ ആറ്റം ആയുധവും യുദ്ധത്തിനുള്ള കമ്പ്യൂട്ടറുമായി അവിടെ വരും. അതാണ് ഹർമഗദോൻ യുദ്ധം. കർത്താവും സഭയാകുന്ന നിങ്ങളും ഞാനും കോടാകോടി ദൂതന്മാരും
ഒലിവുമലയിൽ നിന്നും പറന്നവിടെ വരും. ഒന്ന് സന്തോഷിച്ചേ, ദൈവത്തെ സ്തുതിച്ചേ. നമ്മൾ യുദ്ധം ചെയ്യണ്ട കേട്ടോ. നിങ്ങളെക്കാൾ മുമ്പേ ഞാനൊരു ഹല്ലേലൂയ പറയും. കാരണം നമ്മളെ പ്രലോഭിച്ചവനോട് വീഴിക്കാൻ പോവുക. ലോകത്തിലെ മിലിറ്ററിക്കും ക്യാപ്റ്റന്മാർക്കും നല്ല തൻ്റെടാ. കാരണം ഈ 3 വെടിയുണ്ട് ഏറ്റ ചാകാത്തതാ. ഹൈഡ്രജനും കാർബണും നൈട്രജനും ഓക്സിജനും ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാ. സോമാറ്റിക്സൽ ന്യൂക്ലിയർ ട്രാൻസ്ഫറാ. പണ്ട് ആരോ ഒരുത്തൻ വെടിവെച്ചില്ലേ, വെളിപ്പാട് 13:14 മുറിവേറ്റിട്ട് അവൻ ചോദിച്ചു ഇത്രേ ഉള്ളോ എന്ന് ചോദിച്ചപ്പം വെടിയുണ്ട് ഏറ്റ ചാകത്തില്ല. പേടിക്കണോ? മുമ്പിൽ നിൽപ്പണ്ടേ. എന്റെ കർത്താവേ വന്നിട്ടെ സാത്താനെ വീഴിക്കുന്ന എങ്ങനെയാന്ന് കേട്ടോണം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലുണ്ട്. അവൻ രാജ്യാൽ ദൂതന്മാർ സാത്താനെ അറസ്റ്റ് ചെയ്ത് 1000 വർഷം അഗാധ കൂപത്തിൽ അടയ്ക്കും. ഒന്ന് വേഗം വായിച്ചേ, വെളിപ്പാട് 20:2 ഒന്ന് വേഗം വായിച്ചേ. സാത്താനെ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചെങ്ങലയിട്ടു. അടുത്ത വാക്യം, 1000 ആണ്ട് കഴിയുമ്പോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ അടയ്ക്കും. ഭൂമിയുടെ 3 അടിഭാഗം 3 അറിയാമല്ലോ. പാതാളം, അധമപാതാളം, അഗാധ കൂപം. ഹെയ്ഡ്സ്, ടാർട്ടസ്, ബോട്ടംലെസ് പിറ്റ്. ഹെയ്ഡ്സ് പഴയ നിയമ വിശുദ്ധന്മാർ പോയ സ്ഥലം. ഇന്ന് അവിടെ ആരുമില്ല, എല്ലാവരും പറുദീസയിൽ. ടാർട്ടസ്, അധമപാതാളം, ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്ന സകല മിടുക്കന്മാരും പോകുന്ന സ്ഥലമാ. റഷ്യൻ സയന്റിസ്റ്റ് വിക്ടർ യസോക്കോവിന്റെ ഭാഷയിൽ 2000 ഡിഗ്രി ചൂടിൽ തിളച്ചുമറിയുന്ന സ്ഥലം. ഹല്ലേലൂയ. അതിനടിയാണ് ബോട്ടംലെസ് പിറ്റ്. പാപം ചെയ്ത ദൂതന്മാരെ ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിൽ 2 പത്രോസ് 2:4 ഇട്ടിരിക്കുന്ന സ്ഥലം. അങ്ങോട്ട് സാത്താനെ അറസ്റ്റ് ചെയ്ത് 1000 വർഷം. 2ാം ശക്തി മൃഗം, 3ാം ശക്തി കള്ളപ്രവാചകൻ. അവരെയോ 2 തെസ്സലോനിയർ 2:7 പറയുന്നുണ്ട്. അവർക്കിട്ട് ചെയ്യാൻ പോകുന്നത് എന്നാ ഒന്ന് വായിച്ചേ. 2 തെസ്സലോനിയർ 2:7 ഒന്ന് വായിച്ചേ. അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. വായിക്കാം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അടുത്ത വാക്യം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അടുത്ത വാക്യം, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി. എന്റെ കർത്താവിന്റെ ശ്വാസത്താലാ ഒടുക്കുന്നത്. ഇവനെ വെടിയുണ്ടേറ്റ ചാകുന്ന സൂത്രമല്ല, ദൈവത്തിനറിയാം. അതുകൊണ്ട് യേശുവിന്റെ വായിലെ ശ്വാസത്താൽ അവനെ ഒടുക്കും. 1-ാം മനുഷ്യന്റെ മൂക്കിൽ ശ്വാസമൂതിയെങ്കിൽ അവൻ ജീവനുള്ള ദേഹിയായെങ്കിൽ എന്റെ ദൈവം, എന്റെ കർത്താവ് റിവേഴ്സ് തിരിച്ചൊരുത്തൂതുമ്പോൾ ഇത് രണ്ടും തകരും. സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ 3 തീർന്നു. ലോകത്തിലെ പട്ടാളം ബാക്കിയുണ്ട്. വേൾഡ് മിലിറ്ററി. അവർക്കൊരു കൺഫ്യൂഷൻ. എടാ ചാകത്തില്ലെന്ന് പറഞ്ഞ 3 പോയി, ചാകത്തില്ലെന്ന് പറഞ്ഞ 3 നിപ്പി പോയി. അവർക്കിട്ടുള്ള പരിപാടിയാണ് സക്കറിയ പ്രവചനം 14:12. അത് പറയാനാ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന് വായിച്ചേ. സക്കറിയ പ്രവചനം 14:12 വായിച്ചേ. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുക. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും, ഒരു ജാതിയല്ല സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷാവിധിയാവിത്. അടുത്ത വാക്യം, അവർ നിവർന്നു നിൽക്കുമ്പോൾ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, മുമ്പേ പറഞ്ഞ കാര്യത്തിലേക്ക് വരിക. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. റേഡിയേഷൻ. അടുത്തത്, അവരുടെ കണ്ണുതടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. കണ്ണ് കാണത്തില്ല, 2 ദ്വാരം. അടുത്തത്, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. ഓക്കെ എന്ന് പറയാൻ വാ വിളിക്കും, നാക്കിൽ അഴുകിപ്പോയി. അടുത്ത വാക്യം, അന്നാളിൽ അവരുടെ ശരീരം, ലോകത്തിന്റെ മിലിറ്ററിയുടെ ശരീരം ഉരുകി താഴെ പോകും. അടുത്തത്, അന്നാളിൽ യഹോവയാൽ ഒരു പരാഭാവം അവരുടെ ഇടയിൽ ഉണ്ടാകും. ഇംഗ്ലീഷിലെ പാനിക് ബൈ ഗോഡ്. ഒരു പാനിക് ബൈ ഗോഡ്. ദൈവത്താൽ ദിശ തെറ്റിക്കും. സക്കറിയാവിന്റെ ഭാഷയായത്. ഇന്നത്തെ ഭാഷ പറയാം. എന്താ പാരാഭാവം? ആ ലോകത്തിലെ മിലിറ്ററിയുടെ കമ്പ്യൂട്ടറിനകത്തോട്ട് എന്റെ ദൈവം വൈറസ് കയറ്റും. പ്രൈസ് ദി ലോർഡ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനാണല്ലോ മിക്കവാറും പേര്. നിങ്ങൾക്ക് അറിയാമല്ലോ, കമ്പ്യൂട്ടറിനകത്ത് വൈറസ് കയറിയുള്ള കളി അറിയാമല്ലോ. എന്റെ ദൈവം അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. സക്കറിയാവിന്റെ ഭാഷയിലാണ് പാരാഭാവം. 2009 കുവൈറ്റിലെ ദൈവദാസന്മാരുടെ ഭാഷയിൽ എ പാനിക് ബൈ ഗോഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇവന്റെ കമ്പ്യൂട്ടറിനകത്തോട്ടെ എന്റെ ദൈവം ഹല്ലേലൂയ വൈറസ് കയറ്റും, തമ്മിലടിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം അടിച്ച് 10,000 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുവൻ അവന്റെ പറയുന്നേ, ഒരുവൻ കൂട്ടുകാരന്റെ നേരെ അടിക്കും.
അങ്ങനെ ഈ പട്ടാളം ശ്രദ്ധിച്ചോണേ, യെരുസലേമിൽ 10,000-കണക്കിന് പട്ടാളത്തിന്റെ ശവം ഉരുകി കിടക്കുമ്പോൾ എന്റെ കർത്താവേ, ഞാനും നിങ്ങളും കർത്താവിന്റെ ചുറ്റിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അറിയാവോ, എന്റെ ദൈവം എത്ര സത്യവാൻ! കർത്താവേ, നീ നീതിമാൻ, നീ പോരാടി. വെളിപ്പാട് പുസ്തകം 19:11 പറയുന്ന സംഭവം അതാ. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ! അതിന്മേലിരിക്കുന്ന ഒരു ദൈവവചനം, സ്വർഗത്തിലെ സൈന്യമാകുന്ന സഭ പുറകെ വരും. നാം ദൈവത്തെ ആരാധിക്കും. എന്റെ കർത്താവേ, ഈ സമയത്ത് ഒരു പരിപാടി ചെയ്യും. ചെതറിപ്പോയതിനെ തിരിച്ചു വിളിക്കും. വായിക്കാം, യെശയ്യാവേ 11:11 വായിക്കാം. യെശയ്യാവ് 11:11 വായിക്കാം. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശ്ശൂരിൽ നിന്നും, നോക്കിക്കോണം, അസ്സീറിയയിൽ നിന്നും, മിസ്രൈമിൽ നിന്നും, പടിഞ്ഞാറൻ ഈജിപ്തിൽ നിന്നും, പത്രോസിൽ നിന്നും, കിഴക്കൻ ഈജിപ്തിൽ നിന്നും, ക്രൂശിൽ നിന്നും, എത്യോപ്യയിൽ നിന്നും, ഏലാമിൽ നിന്നും, ഇറാനിൽ നിന്നും, ഷീനാരിൽ നിന്നും, ഇറാഖിൽ നിന്നും, ഹമാത്തിൽ നിന്നും, സൗദി അറേബ്യ, കുവൈറ്റ്, UAE, സുൽത്താനേറ്റ് ഓഫ് ഒമാന് മുതലായ രാജ്യങ്ങളിൽ നിന്നും, അടുത്തത് കേട്ടോണം, സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും. സെക്കൻഡ് ടൈം. കണ്ടോ, ഒന്നാം പ്രാവശ്യമല്ല, രണ്ടാം പ്രാവശ്യം. ഒന്നാം പ്രാവശ്യം കൈനീട്ടും. നമ്മൾ അടുത്ത് ചിന്തിക്കാൻ പോവുക. രണ്ടാം പ്രാവശ്യം കൈനീട്ടും. അഭയാർത്ഥികളായി പോയവരെ മടങ്ങിവാ. നിങ്ങളെ പീഡിപ്പിച്ചവരെ ഞാൻ തകർത്തു. മടങ്ങിവാ. ഇസ്രായേൽ മടങ്ങി വരും. എന്റെ കർത്താവിന്റെ രാജ്യം വരാൻ പോവുക. രാജ്യം സ്ഥാപിക്കാൻ പോവുക. വാഗ്ദത്തം നിവർത്തിക്കാൻ പോവുക. അബ്രഹാമിന്റെ സന്തതിയെ, റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ. അവർ മടങ്ങി വരും. ആരാ ഞങ്ങളെ രക്ഷിച്ചതെന്ന് നോക്കുമ്പോൾ, ഹല്ലേലൂയ, ആണിപ്പഴുതുള്ള തേജസ്സിന്റെ ശരീരം. സക്കറിയ പ്രവചനം 13 ഒടുവിലത്തെ വാക്യം കാണാം. നിന്റെ കയ്യിൽ കാണുന്ന മുറിവെന്നതാ? എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ നിന്നും എനിക്ക് അടി കിട്ടിയതാ. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവിടെ കിടന്നവർ കരഞ്ഞ് വിലവിളിച്ച് നിലവിളിക്കുമ്പോൾ ആ കൂട്ടരെ മനസ്സാന്തരപ്പെടുത്തി കൃപയിൽ കൊണ്ടുവരും. പക്ഷെ ഒരു സംഭവം അവിടെ അങ്ങ് അടുക്കാൻ മേല. 10,000-കണക്കിന് ശവം കിടക്കുക, റേഡിയേഷനേറ്റ് തമ്മിൽ ആറ്റം അടിച്ച് ശവം കുമിഞ്ച് കിടക്കുക. നിൽക്കാൻ മേല, ദുർഗന്ധം. അടുക്കാൻ മേല, റേഡിയേഷനേറ്റ ബോഡിയെ തൊടാനൊക്കത്തില്ല. നമുക്കത് ബാധകമല്ല. നമ്മൾ തേജസ്സിന്റെ ശരീരമാ. നമ്മൾ ദൂതന്മാരെ പോലാ. ഇവനങ്ങനല്ല. ഇവർ സാധാരണ മനുഷ്യരാ, സെക്കുലർ പീപ്പിളാ. അവർക്ക് നിൽക്കാൻ മേല. ഇത് ക്ലീൻ ചെയ്യണം, ഇത് മറയ്ക്കണം. അന്ന് ടെക്നോളജി പഠിപ്പിക്കാൻ ആളില്ല, പഠിക്കാൻ സമയമില്ല, അന്ന് കയ്യിൽ ഇംപ്ലിമെന്റ് ഇല്ല. അഭയാർത്ഥികളായി പോയവരാ. മനസ്സിലായോ? അന്നത് പഠിക്കാൻ സമയമില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം എന്തിനവർ പഠിച്ചു? യെഹെസ്കേൽ 39:14 വാക്യം നിവർത്തിക്കുവാൻ കഴിഞ്ഞ വർഷം അവർ പഠിച്ചു. യെഹെസ്കേൽ 39:14 ഒന്ന് വേഗം വായിക്കാം. ദേശം വായിച്ചാട്ടെ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിനെ, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു നോക്കിയ, ട്രെയിൻ പീപ്പിൾ ഷാൽ ബി ഡിപ്ലോയ്ഡ് ടു ക്ലീൻ ഔട്ട് ദ കൺട്രി. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ, ശേഷിക്കുന്ന ശവങ്ങൾ അടക്കാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. ദൈവമക്കളെ, ഇതിലപ്പുറം തെളിവ് വേണോ സഹോദര? 2650 വർഷം മുമ്പ് വചനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. ഹർമഗദോൻ യുദ്ധം കഴിയുമ്പോൾ ദേശം ക്ലീൻ ചെയ്യാൻ, നിത്യ പ്രവർത്തിക്കാൻ ട്രെയിൻഡ് ആളുകളെ, പരിശീലനം ശ്രദ്ധിച്ചവരെ ആക്കുമെന്ന് പറഞ്ഞെങ്കിൽ, ഇനിയും എന്റെ പ്രിയൻ ഏറ്റവും വേഗം വന്നു കഴിഞ്ഞിട്ട് 7 വർഷം കഴിയുമ്പോൾ നടക്കുന്ന യുദ്ധത്തിന് ശരീരം ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞ വർഷം 2008 ഇസ്രായേൽ ട്രെയിൻ ചെയ്തു എങ്കിൽ എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ ഈ തലമുറയിൽ വരും. ഈ തലമുറയിൽ വരും. പ്രത്യാശയുള്ള കരങ്ങളെ ഓർത്ത് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചേ. രക്ഷ കണ്ടെത്തിയതിന് വല്ല നഷ്ടമുണ്ടോ? ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി വന്ന് എന്നോട് ഒന്നുകൂടെ സ്നാനപ്പെടുത്താവോ? ഞാൻ എന്തിനാ ഒന്ന് സ്നാനപ്പെട്ടിട്ട് ഈ അനുഗ്രഹം? ഞാൻ പറഞ്ഞു ഒന്ന് മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ലോകത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ധനസമ്പാദനമൊക്കെ നല്ലതാ. ഏറ്റവും വലിയ ഭാഗ്യം ദൈവ പൈതലായി തീരുന്നതാ.
സ്വർഗത്തിൽ അംഗീകാരം ലഭിക്കുന്നതാ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നല്ലതാ. അതുകൊണ്ടായില്ല, നമുക്ക് അംഗീകാരം വേണം. അവനെ കൈക്കൊള്ളണം, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം, അവന്റെ കൽപ്പന അനുസരിച്ച് അവനെ ആരാധിക്കണം, പാപത്തിൽ നിന്ന് വേർപെടണം. ഈ തലമുറയിൽ എൻ്റെ പ്രിയൻ വരും. കർത്താവ് എപ്പോൾ വരും? എപ്പോൾ വരും? ഞാൻ പറയാൻ പോവുക, ശ്രദ്ധിച്ചോണം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു വിഷയമാണ്. പക്ഷെ അത് കണക്ക് കൂട്ടർ തെറ്റിക്കരുത്, വളരെ കറക്റ്റ് ആയിരിക്കണം. കർത്താവ് എപ്പോൾ വരും? ആണ്ടുമാസവും തീയതിയും പറയാൻ ആർക്കും അതോറിറ്റി ഇല്ല. കർത്താവിന് അറിയാമല്ല, പിന്നല്ലേ പ്രവാചകൻ പറയുന്നത്. വായിച്ചേ, മർക്കോസ് 13:32 നോക്കിക്കേ. കർത്താവിന് അറിയാൻ മേല. മർക്കോസ് 13:32. വേഗം വായിച്ചേ. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പിന്നല്ലേ പ്രവാചകൻ പറയുന്നത്. എന്നാൽ ആർക്കും അറിയാൻ മേല നാളും നാഴികയും. എന്നാൽ ഞാനും നിങ്ങളും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായി കാലത്തെ വിവേചിക്കാൻ നമ്മുടെ കർത്താവെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും കർത്താവ് എപ്പോൾ വരും. കർത്താവ് തന്നെ 5 പ്രവചനം പറഞ്ഞു. അത് നിവർത്തിക്കാൻ പോകുക. ഞാനത് പറയാൻ പോകുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം ഒന്ന് നോക്കിയാൽ കാണാം. 1-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അടുത്ത വാക്യം. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് 46 വർഷം കൊണ്ട് ഹെരോദാവ് ആർട്ട് വർക്ക് ചെയ്ത ദേവാലയത്തിന്റെ ചിത്രപ്പണികളെല്ലാം ശിഷ്യന്മാർ കർത്താവിനെ കാണിച്ചപ്പോ അവരോർത്ത് വെരികുട്ടെന്ന് പറയുമെന്ന കർത്താവ് പറഞ്ഞു, സംഗതിയെല്ലാം നല്ലതാ, ഇടിഞ്ഞു പോകാതെ കല്ലുമേ കല്ല് ശേഷിക്കത്തില്ല. ശിഷ്യന്മാർ ഓർത്തത് ലോകാവസാനമാണെന്നാ. 3-ാം വാക്യം വായിച്ച 3-ാം വാക്യം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞത് അവരോർത്ത ലോകാവസാനമാണെന്ന. എന്നാൽ കർത്താവ് കൊടുത്തത് 3 മറുപടിയാ. ലോകത്തിൽ മേലിൽ സംഭവിക്കാൻ പോകുന്ന 3 കാര്യം. 1, കർത്താവ് പറഞ്ഞു ഇടിഞ്ഞു പോകാതെ കല്ലുമേ കല്ല് ശേഷിക്കത്തില്ല. യെരൂശലേമിന്റെ നാശം. 1. 2, അതേ അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിലുണ്ട്, സാത്താനെ തകർക്കാൻ വരുന്ന കർത്താവ്. വായിച്ചേ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. സഭയെടുക്കുമെന്നേ അല്ല. അടുത്ത വാക്യം കേട്ടോണം. നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും. അടുത്ത വാക്യം. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അടുത്ത വാക്യം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അടുത്തത് കേട്ടോണം. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ഇത് ലോകത്തിലെ മുഴുവൻ ആളുകളും കാണും. സഭയെ ചേർക്കാൻ വരുന്ന കർത്താവിനെ അവരാരും കാണത്തില്ല. സഭയെ ചേർക്കാൻ വരുന്ന കർത്താവിനെ ദൈവമക്കൾ മേലോട്ട് പോയി കാണത്തേ ഉള്ളൂ. ഇത് 7 വർഷം കഴിഞ്ഞ് ഹർമഗദോൻ യുദ്ധത്തിന് വരുന്ന കർത്താവാ. എന്നാൽ കർത്താവ് സഭയെ ചേർക്കാൻ വരുന്നതിന് അടയാളം 32-ാമത്തെ വാക്യം മുതൽ പറയുന്നുണ്ട്. അതാണ് ഒടുവിൽ പറയുന്നു 39-ാം വാക്യത്തിൽ, 2 പേർ ഒരു കിടക്കയിൽ കിടക്കും. വായിച്ചാ 32 വായിച്ചേ. നോഹയുടെ കാലം പോലെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിക്കും. അല്ലല്ല, 39 ഒന്ന് വായിച്ചേ. 39. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം ഇതാ സഭയെടുക്കുന്ന കർത്താവ് വരുന്നത്. വായിച്ചാട്ടെ. അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അടുത്ത വാക്യം. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും. 2 പേര് ജോലി ചെയ്യും. ഒരു കമ്പ്യൂട്ടറിന്റെ അവിടെ അപ്പുറത്തൊരാൾ ഇപ്പുറത്താൾ. ഒരുത്തൻ രക്ഷിക്കപ്പെട്ടവൻ, ഒരുത്തൻ രക്ഷിക്കപ്പെടാതെ ഒരുത്തനങ്ങ് പോകുന്നു. 2 പേര് കിടക്കും. ഭാര്യ രക്ഷിക്കപ്പെട്ടത്, ഭർത്താവ് ഗുണം പിടിക്കാത്തത്, അവനവിടെ കിടക്കും, മറ്റേ പുള്ളി പോകും. അങ്ങ് തിരിച്ചു. ഇത് കർത്താവ് വരുന്നതാ. അതിന്റെ അടയാളമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 32-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളി. അടുത്ത വാക്യം. ഇതൊക്കെയും സംഭവിക്കുവോളും ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. അടുത്ത വാക്യം. എന്റെ വചനങ്ങളും ഈ വാക്ക് മാറത്തില്ല, ഒഴിഞ്ഞു പോകുകയില്ല. വലിയൊരു സദ്വർത്തമാനം പറയാൻ പോവുക. എല്ലാവരും തയ്യാറായിട്ടിരുന്നോണം. ഒന്ന് കരങ്ങളെ ഉയർത്തി മറ്റേ പുള്ളിയെ ഓടിച്ചു വിട്ടേ. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന 95% പേരും മരണം കാണത്തില്ല. എന്നിട്ടും സന്തോഷമില്ലേ?
ഇതിനകത്തിരിക്കുന്നതിൽ 95, നിങ്ങളുടെ പ്രായം നോക്കി പറയുന്നതാ, 98% മരണം കാണത്തില്ല. ചൊവ്വ നേരെ ജീവിച്ചാ മേലോട്ട് പോകാം. അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ വായിക്കാനല്ല, പഠിപ്പീൻ. ലേൺ എ ലെസൺ, ലേൺ എ പാരബിൾ. തിരുവചനത്തിൽ ഇസ്രായേലിനെ 3 മരങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായി അത്തി, ആത്മീയമായി മുന്തിരി, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളും. ബിസിനസ് പരമായി ഒലിവേ. കർത്താവ് ഇത് പറയുമ്പോൾ AD 30 ഏപ്രിൽ മാസത്തിലാണ് കർത്താവ് പറയുന്നത്. കേട്ടോണേ, അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതാകും, ഇല തളർക്കും. ശാന്തമായിട്ട് കേൾക്കണം. കർത്താവ് ഇത് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു പഞ്ചായത്ത് പോലും ഇല്ല. അതിന് 600 വർഷം മുമ്പ് രാജ്യം നഷ്ടപ്പെട്ടു. ബാബിലോണിൽ ഒന്ന് എടുത്തോണ്ട് പോയി. കർത്താവിന്റെ കാലത്ത് റോമൻ ചക്രവർത്തിയുടെ കോളനിയാ. അവർക്ക് ടാക്സ് കൊടുത്ത് ജീവിക്കുന്നവരാ. അവർക്ക് സ്വന്തമായിട്ട് യെരൂശലേം ദേവാലയം അല്ലാതെ ഒരു സ്വന്തമായിട്ടൊരു പഞ്ചായത്ത് പോലുമില്ല. പലരും ധരിച്ചിരിക്കുന്നത് കർത്താവിന്റെ ശവം സംസ്കരിച്ച ജോസഫ് മന്ത്രിയാന്ന്. അല്ല, യഹൂദന്മാരുടെ 70 അംഗങ്ങളുള്ള കൗൺസിൽ മെമ്പർ എന്നൊരു സ്പിരിച്വൽ ലീഡറാ. അവർക്ക് പൊളിറ്റിക്കലി ഒന്നുമില്ല. അവരെ നോക്കി കർത്താവ് പറഞ്ഞു, ഇത് കൊമ്പിള്ളതാകും, ഇല തളിർക്കും. അന്ത്യകാല ലക്ഷണമാ. കേട്ടോണം, കർത്താവ് AD 30 പറഞ്ഞു, 1948 മെയ് മാസം 14 തീയതി യോർദാന്റെയും ഈജിപ്തിന്റെയും ഒക്കെ കുറച്ച് ഭാഗങ്ങൾ കീറിയെടുത്ത് യുണൈറ്റഡ് നേഷൻസ് 1800 വർഷങ്ങൾക്ക് ശേഷം 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ 948 മെയ് മാസം 14 തീയതി ഒരു പ്രഖ്യാപനം നടത്തി. ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ടായിരിക്കുന്നു. മിസ്റ്റർ ബെൻഗൂറിയൻ പ്രധാനമന്ത്രിയായി. എന്റെ പ്രിയൻ ദൈവമാകയാൽ താൻ പറഞ്ഞ വാക്ക് അക്ഷരം പറഞ്ഞ് നിവർത്തിച്ചു. 948 മെയ് മാസം 14 തീയതി അത്തി തളിർത്തു. ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ടായി, കൊമ്പിളതായി. ലോകത്തിന്റെ ടെക്നോളജി കഴിഞ്ഞ 60 വർഷം കൊണ്ട് കയ്യിലൊതുക്കി. ആനിമൽ ഹസ്ബൻഡറി, ഇൻഫർമേഷൻ ടെക്നോളജി, ആറ്റം ടെക്നോളജി എല്ലാം അവർ കയ്യിലൊതുക്കി ലോകത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എയറോനോട്ടിക്കൽ ടെക്നോളജി, എന്തെല്ലാം ടെക്നോളജി ഉണ്ടോ അത് മുഴുവൻ കയ്യിൽ പഠിച്ചു. കൊമ്പളതായി. 1ാമത്തെ പ്രവചനം നിറവേറി. അത്തിയെ നോക്കി നിങ്ങൾ ഉപമ പഠിപ്പീൻ. കേട്ടോണേ, ശ്രദ്ധിച്ച് കേട്ടോണം. അതിന്റെ കൊമ്പിളതാകും, ഇല തളർക്കും. 948 സംഭവിച്ച അടുത്തത്. അത് സംഭവിക്കുമ്പോൾ വേനൽ. ലോകത്തിന് പൊളിറ്റിക്കൽ വേനൽ. ഇന്ന് ലോകത്തിലെ പ്രശ്നം എന്നാ? ഒറ്റ ഉത്തരം, ഇസ്രായേൽ. ഈ ലോകത്തിലെ വെടിയെന്താ? ഇസ്രായേൽ. എവിടുന്നുണ്ടായി തീവ്രവാദം? ടെററിസം എങ്ങനെയുണ്ടായി? 75 വരെ തീവ്രവാദം ഇല്ല. ഗറില്ലകൾ, ഒളിപ്പോരാളികൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ വന്നു? ഈ മനസാന്തരപ്പെടാത്ത കൂട്ടർ, മശിഹായെ കണ്ടുമുട്ടിയിട്ടില്ലാത്തവർ, ശാപമേറ്റ ജനതതി, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് പറഞ്ഞ് ശാപമേറ്റ ജനതതി. അവർ വെടിവെക്കുന്നത് ആരെയാണെന്നറിയാമോ? സ്വന്തം സഹോദരന്മാരെയാ. ഈ PLO ആരാ? യേശാവിന്റെ മക്കളാ. ആരാന്നറിയാമോ? യോർദാൻ ഇസ്മായേലിന്റെ മക്കളാ. ഇതര അറബികൾ ആരാന്നറിയാമോ? അബ്രഹാമിന് കെദൂറായിലുണ്ടായ മക്കളാ. അവർക്കിട്ടുള്ള വെടിമുത്ത്, അത് നിമിത്തമാണ് തീവ്രവാദം ഉണ്ടായത്. അമേരിക്കയുടെ മനോഹരമായ ട്രേഡ് സെന്റർ എങ്ങനെ തകർന്ന് താഴെ വീണു? 1451 അടി പൊക്കമുള്ളത് 100 മിനിറ്റ് കൊണ്ട് എങ്ങനെ താഴെ വീണു? ഉത്തരം ഇസ്രായേൽ. അവർ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് അമേരിക്കയോടല്ല വൈരാഗ്യം, അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്ന വൈരാഗ്യം. നോക്കിക്കേ, ലോകത്തിന് വേനൽ. എന്തുകൊണ്ട് ബ്രിട്ടനിൽ ബോംബ് തുടരെ പൊട്ടി? ഉത്തരം ഇസ്രായേൽ. ഇറാഖിനെ എന്തുകൊണ്ട് ബുഷ് വിഴുങ്ങി? ഉത്തരം ഇസ്രായേൽ. ഇറാന്റെ നേരെ കണ്ണടിച്ചിരിക്കുന്നു. ഉത്തരം ഇസ്രായേൽ. ശ്രീലങ്കയിൽ എന്തുകൊണ്ട് LTT ഈ കളി കളിക്കുന്നു? ഉത്തരം ഇസ്രായേൽ. ലോകത്തിന് വേനൽ. ലോകത്തിന് വേനൽ. പ്രൈസ് ദി ലോർഡ്. അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതാകും, ഇല തളിർക്കും. ലോകത്തിന് വേനൽ. അടുത്തത് കേൾക്കണം. വായിച്ചേ, വേഗം വായിച്ചേ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ, ഇതൊക്കെ ഏതൊക്കെ? ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ടാകുന്നു. അത് നിമിത്തം ലോകത്തിന് പൊളിറ്റിക്കൽ വേനൽ. ഇത് കാണുമ്പോൾ അടുത്തത് കേട്ടോണം. അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു. അവൻ അടുക്കൽ വാതിൽക്കൽ. പലരും ധരിച്ചിരിക്കുന്ന കർത്താവാണ്. അല്ല, കർത്താവാണെ പറഞ്ഞതിനെ ഞാൻ വാതിൽക്കൽ, അവൻ വാതിൽക്കൽ. KC സാമുവേൽ ഭാഷ ഇടുന്നുണ്ട്, അവൻ വാതിൽക്കൽ, ഞാൻ അദ്ദേഹമല്ല വേറൊരാളാ. അപ്പോൾ ആരായി അവൻ? ഇസ്രായേലാകുന്ന രാജ്യമുണ്ടാകുകയും അത് നിമിത്തം ലോകത്തിൽ പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ
അന്ന് ജീവിക്കുന്ന തലമുറ ഓർത്തോണം, എതിർ ക്രിസ്തു ലോകഭരണത്തിന്റെ വാതുക്കൽ. മനസ്സിലാക്കിയ ഒരു കരങ്ങളെ ഉയർത്തിക്കേ. ഇല്ലേ, ഒന്നുകൂടെ പറയാനാ. ഇസ്രായേൽ നിമിത്തം ലോകത്തിൽ രാഷ്ട്രീയ വേനൽ വർദ്ധിച്ച് ലോകത്തിലെ ജനങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ട് ഇറാഖിനെ വിഴുങ്ങി, ബ്രിട്ടനിൽ ബോംബ് പൊട്ടി, ഇറാന്റെ നേരെ ഉപരോധം പ്രഖ്യാപിച്ച്, ശ്രീലങ്കയിൽ LTT കിടന്ന് കളിച്ച് ഈ ലോകത്തിൽ ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ഓർത്തോണം, എതിർ ക്രിസ്തു ലോകഭരണത്തിന്റെ വാതിക്കൽ. ഇന്ന് ലോകം ഒരു വൺ വേൾഡ് ഗവൺമെന്റിന്റെ മണം നിങ്ങൾ കേൾക്കുന്നില്ലേ? 194 രാജ്യങ്ങളിലെയും ഭരണകർത്താക്കൾ നല്ലതാണെങ്കിലും എന്തോ ആളുകൾ മടുത്തു. ഒരു ഭരണകർത്താവിന് വേണ്ടി ലോകം ഒരുങ്ങുന്നില്ലേ? ഇവൻ അടുക്കൽ വാതിക്കൽ. അടുത്തത് കേട്ടോണം, ഇത് സംഭവിക്കുവോളോ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. ബൈബിൾ ഒന്ന് വായിച്ചേ, വാക്യം ഒന്ന് വായിച്ചേ. ഇതൊക്കെയും സംഭവിക്കുവോളം, ഇതല്ല, ഇതൊക്കെയും സംഭവിക്കുവോളോ ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന്. പ്രവചനങ്ങൾക്ക് 2 നിവർത്തി. പ്രധാനപ്പെട്ട പ്രവചനങ്ങൾക്ക് 2 നിവർത്തി. ഒന്ന് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്, മറ്റൊന്ന് ലേറ്റർ ഓൺ. ഗബ്രിയേൽ മാലാഖ കന്യാമറിയാമിനോട് പറഞ്ഞ പ്രവചനം ഒരെണ്ണം നിവർത്തിച്ചിട്ടില്ല, എല്ലാം നിവർത്തിച്ചു. നീ ഗർഭിണിയാകും, മകനെ പ്രസവിക്കും, യേശു എന്ന് പേരിടും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. നിവർത്തിച്ചു. ഒരെണ്ണം നിറവേറാനുണ്ട്. പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, എന്റെ യേശു രാജാവായിട്ട് വാഴും. അതന്ന് പറഞ്ഞതാ, അത് നിവർത്തിച്ചിട്ടില്ല. കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ കുറുനരികൾക്ക് കുഴിയും പറവയ്ക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കാൻ ഇടമില്ലെന്നാ പറഞ്ഞത്. എന്റെ യേശു ഞാനും നിങ്ങളുമായി രാജാവായി ഭൂമിയിൽ വാഴും. നിവർത്തിച്ചിട്ടില്ല. യെശയ്യാവ് പറഞ്ഞ പ്രവചനം ഒരെണ്ണം നിവർത്തിക്കാൻ കിടക്കുന്നു, 2 നിവർത്തിച്ചു. കന്യക ഗർഭിണിയായി ഇശായിയുടെ യെരമ്യാവ് പറഞ്ഞു, യെശയ്യാവ് പറഞ്ഞു, ഇശായിയുടെ കുറ്റിയിൽ നിന്നും പുറപ്പെട്ടു. നമ്മുടെ അതിക്രമങ്ങൾ മുറിവേറ്റു, തകർന്നു, സംഭവിച്ചു. എന്നാൽ പറയുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും. നിവർത്തിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും. സംഭവിച്ചിട്ടില്ല. സിംഹം പുല്ല് തിന്നും. സംഭവിച്ചിട്ടില്ല. അത് മേജർ പ്രവചനമാ. ഒരു ഭാഗം നിവർത്തിച്ചു, ഒരു ഭാഗം നിവർത്തിച്ചില്ല. അതുപോലെ കർത്താവ് പറഞ്ഞ ഈ പ്രവചനത്തിന്റെ ഒരു ഭാഗം നിവർത്തിച്ചു. ദൈവത്തിന് സ്തുതിച്ചാട്ടെ. ഇത് സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. AD 30 ഏപ്രിൽ മാസത്തിൽ കർത്താവ് അത് പറഞ്ഞു. കർത്താവിന്റെ പ്രസംഗം കേട്ട തലമുറ മരണം വഴിയായി മാറുന്നതിന് മുൻപേ AD 70 1 ഭാഗം നിറവേറി. കല്ലുമേ കല്ല് ശേഷിക്കാതെ യെരുശലേം ദേവാലയം റോമൻ സേനാനായകൻ ടൈറ്റസ് II വന്ന് അതിനടിയിൽ സ്വർണമുണ്ടെന്ന് പറഞ്ഞ് എടുക്കാൻ ആനകളെ കൊണ്ട് പൂട്ടി, കലപ്പ വെച്ച് പൂട്ടി ഉഴുതുമറിച്ചു. കൃത്യം കർത്താവിന്റെ പ്രസംഗം കേട്ട തലമുറ AD 30 ജീവിച്ചവർ മരണം വഴിയായി പോകുന്നതിന് മുൻപേ 40 വർഷം കഴിഞ്ഞപ്പോൾ ഇത് സംഭവിക്കുവോളൂ. ഈ നോക്കിക്കേ, ഇത് ഒക്കെയും സംഭവിക്കുവോളൂ. അതിന്റെ 1 ഭാഗം നിറവേറി. ഇത് സംഭവിക്കുവോളം ഏതേ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല. എന്റെ പ്രസംഗം കേൾക്കുന്നവർ മരണം വഴിയായി മാറുന്നതിന് മുൻപേ ഇതൊക്കെ സംഭവിക്കും. 1 ഭാഗം നിറവേറി. AD 70 40 വർഷം കഴിഞ്ഞപ്പോൾ അന്ന് ജീവിച്ച ആളുകൾ മരണം വഴിയായി മാറുന്നതിന് മുൻപേ യെരുശലേം ദേവാലയം തകർന്നു. ഇനിയും രണ്ടാമത്തത് നമ്മുടെ കാര്യമാ. 1948 മെയ് മാസം 14 ഇസ്രായേൽ ഒരു രാഷ്ട്രമായി അത്തി തളർത്തു. അന്നൊരമ്മച്ചി പ്രസവിച്ചെങ്കിൽ ആ കുട്ടിക്കിന്ന് വയസ്സ് 61. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന 61 വയസ്സുകാർ എത്ര വർഷം വരെ ജീവിക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. എങ്കിലും നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. 61 വയസ്സിൽ നിൽക്കുന്ന ആളുകളുടെ തലമുറ ഇസ്രായേൽ അത്തി തളർത്തത് കണ്ട തലമുറയാണ്. ആ തലമുറ മരണം വഴിയായി പോകുന്നതിന് മുൻപേ എതിർ ക്രിസ്തു ലോകഭരണം പിടിച്ചെടുക്കും. അതിനു മുമ്പേ ഭക്തന്മാർ സ്വർഗങ്ങളിലേക്ക് എടുത്തിരിക്കും. അല്ലെങ്കിൽ വചനം തെറ്റാ. 61 വയസ്സും അതിൽ കുറവുമുള്ളവർ കരങ്ങളെ ഉയർത്തിക്കേ. മടിക്കേണ്ട, കല്യാണാലോചന ജോലിക്കെടുക്കാനൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടെ കരം ഉയർത്തേ. ചിലർക്ക് ഒരു മടിയാണ്.
നിങ്ങളോട് ഞാനൊരു സന്തോഷ വർത്തമാനം പറയാം. സ്വാഭാവിക മരണം ആർക്കും എപ്പോഴും സംഭവിക്കാം. എന്നാൽ ചൊവ്വേ നേരെ നിങ്ങൾ ജീവിച്ചാൽ, വിശുദ്ധിയിൽ ജീവിച്ചാൽ, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് ശവപ്പെട്ടിയല്ല. എന്റെ പ്രിയൻ തേജസ്സോടെ നിങ്ങളെ എടുക്കും. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, ഈ വചനം ഒഴിഞ്ഞു പോകത്തില്ല. തോമസ് മാമൻ വെറും മണ്ടത്തരം പറയത്തില്ല. വചനത്തിന്റെ തെളിവുകളാണ് ഞാൻ ഇവിടെ നിരത്തുന്നത്. അത്തി തളർത്തത് കണ്ട തലമുറ 61 വയസ്സിൽ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നെങ്കിൽ ആ തലമുറയെ നിങ്ങളുടെ തലമുറയിൽ എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. ഭക്തന്മാരെടുക്കും, പിശാചിന്റെ ലോകം കിട്ടും. അതിനോട് ചേർന്ന് ബാക്കി തെളിവുകളോട് നോക്കുമ്പോൾ കാണാം കളിയെന്താ. എതിർ ക്രിസ്തു എവിടെ നിന്നും വരും? ചിന്തിക്കാം. എന്താ നിയമം വരാൻ പോകുന്നത്? എന്താ ഈ ലോകത്തിൽ സമ്പദ്ഘടന തകർന്നത്? എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി? എക്കണോമിക്കൽ ക്രൈസിസ് എന്താ കാരണം? എവിടുന്നവൻ വരും? എന്താണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്? 5 സിസ്റ്റം ഈ ലോകത്തിൽ ദൈവം വെച്ച 5 സിസ്റ്റം. 4 സൈറ്റ്സ് മാറ്റി, 1 മനുഷ്യർ മാറ്റി. ഇനി എന്റെ ദൈവം കൈയും കെട്ടിയിരിക്കത്തില്ല. നമുക്ക് തുടർന്ന് നാളെ ചിന്തിക്കാം. ഇന്ന് രാത്രി സന്തോഷമുള്ളവരെല്ലാം കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ചേ. കർത്താവിന്റെ വരവിൽ ഞാൻ എടുക്കപ്പെടുമെന്ന് ധൈര്യമുള്ള ഒരു കരങ്ങളെ ഉയർത്തിക്കേ. കൈകൾ താത്തിടാം. 1 മിനിറ്റ് ഞാൻ കർത്താവിന്റെ ദാസന്റെ അനുവാദത്തോടെ എടുക്കുന്ന കണ്ണുകളടയ്ക്കാം. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയല്ല. പ്രിയ സഹോദര, നിങ്ങളുടെ മതവും സഭയൊന്നും ഞാൻ ചോദിക്കത്തില്ല. എൻ്റെ സിസ്റ്റം അതല്ല. എനിക്കിത് വിളിച്ചു പറയുക. പക്ഷെ ഒന്ന് ഞാൻ പറയാം, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഒരുത്തരും മേലോട്ട് പോകത്തില്ല. സ്തോത്രം. തമ്പുരാന്റെ ക്യാമറ നിങ്ങളുടെ നേരെ റേഞ്ച് ചെയ്തിരിക്കുക. ഞാനിത് കേട്ടില്ല, നിന്നി പറയാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. CMBR കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ഹല്ലേലൂയ. തമ്പുരാന്റെ ക്യാമറയാ. ഇന്ന് വരെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കാൻ ഒരു സമയം മാത്രം. നാളെ നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്താം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യെസ്, എനിബഡി മോർ? പ്രാർത്ഥന ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? കരങ്ങൾ ഉയർത്തുക. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യെസ്, കരങ്ങൾ ഉയർത്താം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, സ്വർഗപിതാവേ, ഈ വചനം ഇന്ന് രാത്രി ഇടപെട്ടല്ലോ. ആ കരങ്ങൾ ഉയർത്തിയ സഹോദരന്മാർക്കായി, സഹോദരിക്കായി സ്തോത്രം. ദൈവകൃപ പകരണമേ. മഹത്വം അങ്ങേക്ക്. അരിമരക്ഷകന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.